ഹായ് മക്കളെ, എല്ലാവർക്കും വിങ്സ് അക്കാദമിയുടെ പുതിയൊരു ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് നമ്മുടെ 10ാം ക്ലാസ്സിലെ രണ്ടാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള സർക്കിൾസ് ആൻഡ് ആംഗിൾസ് എന്നുള്ളതിലെ മെയിൻ കൺസെപ്റ്റുകളും പഠിക്കും. പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറെ ക്വസ്റ്റ്യൻസും പഠിക്കും. ഓക്കെ, അപ്പോൾ വീഡിയോ എല്ലാവരും ഫുൾ ആയിട്ട് കാണാം. അപ്പൊ നമുക്ക് നേരിട്ട് പാഠത്തിലേക്ക് പോകാം. അതിനെ ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ നോക്കി, ഫസ്റ്റ് സർക്കിൾ എന്നുള്ള ചാപ്റ്റർ. ഓക്കെ, അപ്പൊ സർക്കിളിന്റെ ഒരു ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ആണ്, വേഗം പറയും. ഓക്കെ, സർക്കിളിന്റെ സെന്ററിൽ കൂടെ പാസ് ചെയ്യണത്. ഓക്കെ, സെന്ററിൽ കൂടെ പാസ് ചെയ്യണ ഒരു ലൈൻ വരച്ചാല് അതിനെന്താ നമ്മൾ പറയാറ്? സെന്ററിൽ കൂടെ പാസ് ചെയ്യണ ലൈൻ അപ്പം പറയുന്ന പേരാണ് ഡയമീറ്റർ. ഓക്കെ, ഉള്ള ഡയമീറ്റർ എന്ന് പറയും, ഡയമീറ്റർ. ഓക്കെ, 2 പോയിന്റ് തമ്മിൽ ജോയിൻ ചെയ്ത് സെന്ററിൽ കൂടെ വരയ്ക്കണം. അതിന്റെ പകുതി നീളം എന്ത് പറയും? അതിന്റെ റേഡിയസ് എന്ന് പറയും, റേഡിയസ്. ഓക്കെ, റേഡിയസ് അതറിയാല. ഇനി അടുത്തേക്ക് പോവാ. അതായത് സർക്കിളിൽ ഏതെങ്കിലും 2 പോയിന്റുകൾ ജോയിൻ ചെയ്തിട്ട് സെന്ററിൽ കൂടെ അല്ല വേറെ 2 പോയിന്റ് തമ്മിൽ ജോയിൻ ചെയ്ത് വരച്ചാൽ എന്ത് പറയും? കോഡ് എന്ന് പറയും. ഓക്കെ, പേര് ഓർമ്മ ഉണ്ടാവണം. ഏതെങ്കിലും 2 പോയിന്റുകൾ തമ്മിൽ ജോയിൻ ചെയ്ത് സ്ട്രെയിറ്റ് ലൈൻ വരച്ചാലാണ് അത് കോഡ്. ഓക്കെ, കിട്ടിയാലോ കോഡ്. അടുത്ത പറയാം, ഏതെങ്കിലും ഈ 2 പോയിന്റ് നേരെ അല്ലാതെ ഈ ഒരു പോയിന്റിൽ നിന്ന് ഈ ഒരു പോയിന്റിലേക്ക് നമുക്ക് വേണമെങ്കിൽ സർക്കുലർ പാത്തിൽ കൂടെ പോകൂടെ? ഈ സർക്കുലർ പാത്തിൽ കൂടെ വരയ്ക്കാം. അതിനെ നമുക്ക് എന്ത് പറയാ? അതിന്റെ പേരാണ് ആർക്ക് എന്ന് പറയും. ഓക്കെ, ഓർമ്മയുണ്ടല്ലോ, ആ പേര് ആർക്ക് എന്നാണ്. ഒരു പോയിന്റിൽ നിന്ന് വേറൊരു പോയിന്റിലേക്ക് നേരെ വരച്ചാൽ കോഡ്, സർക്കുലർ പാത്തിൽ കൂടെ പോയാൽ ആർക്ക്. ബാക്കിയുള്ള ഭാഗത്തിന് എന്ത് പറയും? ഇത് ആർക്കാണെങ്കിൽ അതിന്റെ ബാക്കിയുള്ള ഭാഗത്തിന് നമ്മൾ ഓൾട്ടർനേറ്റീവ് ആർക്ക് എന്ന് പറയും. ഓക്കെ ആണോ? ഇത് ആർക്ക്, അതിന്റെ ഓൾട്ടർനേറ്റീവ് ആർക്ക്. ഇനി ഇതാണ് ആർക്കെങ്കിലോ ഇതിന്റെ ഓൾട്ടർനേറ്റീവ് ആർക്ക് ഇപ്പുറത്താ. ഓക്കെ, അപ്പൊ ആർക്കറിയാം അതിന്റെ ഓൾട്ടർനേറ്റീവ് ആർക്ക്, മനസ്സിലായി? ഓക്കെ, അടുത്ത പറയാം, ഒരു സർക്കിളിൽ ഒരു കോഡ് വരച്ചാലേ ഈ ഒരു ഭാഗം കണ്ട ഈ ഒരു പോർഷനെ പറയുന്ന പേരാണ് സെഗ്മെന്റ്. ഓക്കെ, പേര് ഓർമ്മ ഉണ്ടാവണം, സെഗ്മെന്റ്. ബാക്കിയുള്ള ഭാഗത്തിന് എന്ത് പറയും? ഓൾട്ടർനേറ്റീവ് സെഗ്മെന്റ് എന്ന് പറയും. കണ്ടാ, ഇങ്ങനെ ഒരു പീസ്, ഇങ്ങനെ ഒരു പീസ്. ഇത് സെഗ്മെന്റ്, ഇത് ഓൾട്ടർനേറ്റീവ് സെഗ്മെന്റ്. ഓക്കെ, അടുത്തത് പറയാം. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം കൂടി പറയാണ്ട്, ഇതിനകത്ത് നോക്കി, ഇതിനാ സെഗ്മെന്റ് ആക്കിയാൽ ഇതിന്റെ ഓൾട്ടർനേറ്റീവ് സെഗ്മെന്റ് ആവും. ഓക്കെ, കിട്ടിയെന്ന്. ഇനി ഒരു കാര്യം പറയാം, ഒരു സർക്കിൾ വരച്ചാല് സെന്ററിലേക്ക് ഇങ്ങനെ ജോയിൻ ചെയ്താല് ഇങ്ങനെ കണ്ട നമ്മുടെ ഒരു പീസ് ഒക്കെ കട്ട് ചെയ്തിട്ടുള്ള ഒരു പീസ് പോലെ ഈ ഷേപ്പിന് എന്താ പറയാ? ഈ ഷേപ്പിനെ പറയുന്ന പേര് ഓർമ്മയുണ്ടാ? ഈ ഷേപ്പിനെ പറയുന്ന പേരാണ് എന്ത്? സെക്ടർ. ഓക്കെ ആണോ? സെക്ടർ എന്നാണ് പറയാ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ് സെഗ്മെന്റ് എന്താന്ന് മനസ്സിലാവണം, സെക്ടർ എന്താന്ന് മനസ്സിലാവണം. സെഗ്മെന്റ് സെക്ടറും വ്യത്യാസമുണ്ട് കേട്ടാ. സെഗ്മെന്റ് ഇങ്ങനെ കട്ട് ചെയ്യുമ്പോഴാണ്, സെക്ടർ എന്ന് വെച്ചാൽ സെന്ററിൽ നിന്ന് കട്ട് ചെയ്യുമ്പോൾ. ഓക്കെ, അപ്പോ ഇത്രയും കാര്യങ്ങൾ നമുക്ക് കിട്ടിയല്ലേ? നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്, നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കണം. അപ്പൊ നമുക്ക് ഇനി മെയിൻ കൺസെപ്റ്റിലേക്ക് പോവാ. ഫസ്റ്റത്തെ കൺസെപ്റ്റ് ഇതാണ്, ഒരു സർക്കിളിലാ. നോക്കിക്കോട്ടാ, ഒരു സർക്കിളിലാ വരച്ചിട്ടുണ്ട്. സർക്കിളിലാ ഒരു ആർക്ക്, ഈ കളർ ഇതാണ് ആർക്ക്. ഒരാർക്ക് സർക്കിളിന്റെ സെന്ററിൽ ഉണ്ടാക്കണ ആംഗിൾ എത്രയാണോ അതിന്റെ ഹാഫ് ആയിരിക്കും എന്ത്? ഓൾട്ടർനേറ്റീവ് ആർക്കിൽ ഉണ്ടാക്കണ ആംഗിൾ. ഓക്കെ ആണോ? ഓൾട്ടർനേറ്റീവ് ആർക്ക് എന്ന് വെച്ചാൽ ബാക്കിയുള്ള ഭാഗത്ത് ഉണ്ടാക്കണ ആംഗിൾ എന്തായിരിക്കും? നടുക്ക് ഉണ്ടാക്കണതിന്റെ പകുതി ആയിരിക്കും. ഓക്കെ ആണോ? ഇത് എത്രയായിരിക്കും? നടുക്ക് സി ആണെങ്കിൽ മുകളിൽ എന്താണ്? C/2 ആയിരിക്കും. ഓക്കെ, എഴുതിയിട്ടുണ്ട്. ദി ആംഗിൾ മെയ്ഡ് ബൈ ജോയിനിങ് ദി എൻഡ്സ് ഓഫ് ആൻ ആർക്ക് ഓഫ് എ സർക്കിൾ ടു എനി പോയിന്റ് ഓൺ ദി ഓൾട്ടർനേറ്റീവ് ആർക്ക് ഈസ് ഹാഫ് ദി സെൻട്രൽ ആംഗിൾ ഓഫ് ദി ആർക്ക്. അർത്ഥം കിട്ടിയാൽ നോക്കിയേ, സെൻട്രൽ ഉണ്ടാക്കുന്ന ആംഗിളിന്റെ ഹാഫ് ആയിരിക്കും ഓൾട്ടർനേറ്റീവ് ആർക്കിൽ ഉണ്ടാക്കുന്നത് എന്ത്? ഒരു ആർക്ക്. ഓക്കെ ആണോ? അപ്പൊ ഒരു ആർക്ക് സെൻട്രൽ ഉണ്ടാക്കുന്ന പകുതി ഉണ്ടാക്കും. കിട്ടിയാല? അപ്പൊ ഇത് ഒരു കാര്യമുണ്ട്, നേരെ ഡയറക്റ്റ് ഇങ്ങനെ മുകളിൽ തന്നെ വരച്ചാലല്ല പകുതി ആവാ. ഇവിടെ നിന്നും തുടങ്ങിയിട്ട് ഞാൻ ഇപ്പൊ ഇങ്ങനെ വരച്ചു വിചാരിക്കും, എന്തായിരിക്കും? ഇവിടെ C/2 ആയിരിക്കും. ഇവിടെ നിന്ന് ഇങ്ങനെ വരച്ചു വിചാരിക്കും, ഇതെന്തായിരിക്കും? C/2 ആയിരിക്കും. ഓക്കെ ആണോ? ഓർമ്മ ഉണ്ടാവണം. അതായത് സെന്ററിലുള്ള എന്റെ പകുതി ആയിരിക്കും ഈ കിട്ടുന്ന എല്ലാ ആംഗിളും. ഇവിടെ നിന്നല്ലേ തുടങ്ങണത്, അപ്പോ ഇത് സെന്ററിന്റെ പകുതി ആയിരിക്കും. ഓക്കെ, ഇനി രണ്ടാമത്തെ അടുത്ത കൺസെപ്റ്റ് ഒക്കെ അത് ഇവിടെ പറഞ്ഞിട്ടുണ്ടല്ലേ. ഓക്കെ, നടുക്ക് C ആണെങ്കിൽ ബാക്കി എല്ലാം എന്തായിരിക്കും? പകുതി ആയിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി ഇതിന്റെ വേറെ കുറച്ച് വെറൈറ്റിയിൽ വരച്ചു വെച്ചിട്ടുള്ളതാണ്. നോക്കിക്കോ, ഇതേ കാണാം, ഇത് നടുക്ക് ഉണ്ടാക്കുന്നത് C, അങ്ങനെയാണെങ്കിൽ മുകളിൽ ഉണ്ടാക്കുന്നത് C/2 അല്ലെങ്കിൽ ഹാഫ് C എന്ന് പറയാം. ഇത് ഇവിടെ നോക്കി, ഇവിടെ നടുക്ക് ഉണ്ടാക്കുന്നത് C, അങ്ങനെയാണെങ്കിൽ മേലെ ഇത് കണ്ട ഇങ്ങനെ വരച്ചാൽ എന്തായിരിക്കും? C/2 തന്നെ ആയിരിക്കും, അല്ലെങ്കിൽ ഹാഫ് C എന്ന് പറയാം. ഓക്കെ, അല്ലെങ്കിൽ C/2 എന്ന് പറയാം. ഓക്കെ, മനസ്സിലായാലും അതേ കണ്ട ഈ പടം കൂടെ തന്നെയല്ലേ ജോയിൻ ചെയ്ത് വെച്ചിട്ടുള്ളത്. പക്ഷെ നടുക്കോളം അതിന്റെ പകുതിയാണ് ഇവിടെ ഉണ്ടാക്കാം. മനസ്സിലാവണം, ഇങ്ങനത്തെ പടങ്ങളൊക്കെ വന്നാൽ മനസ്സിലാക്കാൻ പറ്റണം കേട്ടാ. ഇവിടെ നോക്കി വേറെ കണ്ടോ, അത് നടുക്ക് ഉണ്ടാക്കണ് അതിന്റെ പകുതി ആയിരിക്കും ഇവിടെ ഉണ്ടാക്കണത്. ഇത് C/2 ആയിരിക്കും, നേരെ ഇരിക്കാന്നുള്ളൂ. പക്ഷെ ഇതിന്റെ പകുതി, ഇത് സെന്ററിൽ കിട്ടുന്നതിന്റെ പകുതി ആയിരിക്കും ഇവിടെ ഉണ്ടാക്കണ ആംഗിൾ. ഓക്കെ അല്ലേ? ഈ ആർക്ക് കഴിഞ്ഞിട്ട്, ഈ ആർക്ക് എന്നുള്ള ഇത്രയും പോർഷൻ കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ഭാഗത്തെ എവിടെ ഉണ്ടാക്കിയാലും പകുതി ആയിരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നോക്കാം. അടുത്തത് പറഞ്ഞത് കേട്ടാ, ഇവിടെ പറയാം. മറ്റേ കൺസെപ്റ്റ് ഇവിടെ വരുന്നുണ്ട്, അതാണ് ഇവിടെ പറയാൻ പറഞ്ഞത്. ഒരു സർക്കിളിലെ ഡയമീറ്റർ ആണ് ഈ വരച്ചേക്കണം നടുക്ക് കൂടെ. ഡയമീറ്ററിന്റെ രണ്ടറ്റത്തുനിന്നും സർക്കിളിലെ ഏതെങ്കിലും ഒരു പോയിന്റിലേക്ക് ജോയിൻ ചെയ്താൽ ഉണ്ടാവുന്ന ആംഗിൾ എന്തായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. ഇതാണ് നമ്മുടെ അടുത്ത കാര്യം. അതായത് ഡയമീറ്ററിന്റെ രണ്ട് എൻഡിൽ നിന്നും എനി പോയിന്റ് ഓൺ ദി സർക്കിൾ, അതായത് ഇവിടെ ഒരു പോയിന്റ് അടയാളപ്പെടുത്തി, ആ പോയിന്റിലേക്ക് സർക്കിളിൽ നിന്ന് ഇവിടെ നിന്ന് യോജിപ്പിച്ച് 90 ആയിരിക്കും. ഇവിടെ ഒരു പോയിന്റ് അടയാളപ്പെടുത്തി യോജിപ്പിച്ച് എത്രയായിരിക്കും? 90 ആയിരിക്കും. ഓക്കെ ആണോ?
അതായത് when the ends of a diameter are joined to a point on the circle the angle is 90 degree. ഓക്കെ ആണോ? കിട്ടിയല്ലോ. അതായത് അതിനൊന്നും കൂടി ചെറുതാക്കി പറയാ, ആംഗിൾ ഇൻ എ സെമി സർക്കിൾ ഈസ് റൈറ്റ് ആംഗിൾ. ഓക്കെ ആണോ? റൈറ്റ് ആംഗിൾ എന്ന് വെച്ചാൽ 90 ഡിഗ്രി പറഞ്ഞാണ് റൈറ്റ് ആംഗിൾ എന്ന് പറയാം. സെമി സർക്കിൾ എന്ന് വെച്ചാൽ പകുതി വട്ടത്തിനാണ് സെമി സർക്കിൾ എന്ന് പറയാ. സെമി സർക്കിൾ ഉണ്ടാക്കുന്ന ആംഗിൾ എന്തായിരിക്കും? 90 ആയിരിക്കും. ഓക്കെ, അടുത്ത കൺസെപ്റ്റിലേക്ക് പോവാം. അടുത്ത കാര്യം നോക്കി. അടുത്തത് വരുന്നത് എന്താണ്? ഒരു സർക്കിൾ വരച്ച് സർക്കിളിനകത്ത് നോക്കിക്കോട്ടെ, ശരിക്കും നോക്കണം. ഇത് 2-3 കാര്യങ്ങൾ ഒരുമിച്ച് പറയൂ കേട്ടാ. നോക്കി ഒരു കോഡ് വരച്ചപ്പോ മുകളിൽ ഒരു സെഗ്മെന്റ് താഴെ ഒരു സെഗ്മെന്റ് ആയല്ലേ. ഞാൻ ഇവിടെ വേറെ ഒന്നായിട്ട് വരച്ചു കാണിച്ചാൽ ഒരു സർക്കിളില ഒരു കോഡ് വരച്ചപ്പോ സെഗ്മെന്റ് ആയിട്ട് തിരിഞ്ഞല്ല. അപ്പൊ ആദ്യം പറയുന്ന കാര്യം, ഈ സെഗ്മെന്റിൽ ഇവിടെ നിന്നും തുടങ്ങിയാണ്. മുകളിൽ ഒരു ആംഗിൾ ഉണ്ടാക്കുന്നുണ്ട്, എക്സ് ആണെന്ന് വിചാരിക്കാം. ഇവിടെ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പുറം ഉണ്ടാക്കുന്ന ആംഗിൾ എന്തായിരിക്കും? എക്സ് തന്നെ ആയിരിക്കും. ഇവിടെ ഉണ്ടാക്കുന്ന ആംഗിൾ എന്തായിരിക്കും? എക്സ് തന്നെ ആയിരിക്കും. ഓക്കെ ആണോ? ഒരേ സ്ഥലത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ ഒക്കെ സെയിം ആയിരിക്കും. അല്ലെ, നമുക്ക് എന്ത് പറയാ? ഒരേ സെഗ്മെന്റിൽ ഉണ്ടാക്കുന്ന ആംഗിൾ ഒക്കെ സെയിം ആയിരിക്കും അല്ലെ. ഇതൊക്കെ നടുക്കുള്ളതിന്റെ പകുതിയാണ്, നമ്മൾ ആദ്യം പറഞ്ഞിരുന്നത്. ഇതിപ്പോ ഒരേ സെഗ്മെന്റിലുള്ള ആംഗിൾ സെയിം. അപ്പൊ ഇത് കാണട്ടെ, ഇൻ എ സർക്കിൾ ആംഗിൾ ഇൻ ദി സെയിം സെഗ്മെന്റ് ആർ ഈക്വൽ. കണ്ടോ? ഒരേ സെഗ്മെന്റിലുള്ള ആംഗിളുകളൊക്കെ എന്താണ്? സെയിം ആണ്. ഓക്കെ, കിട്ടിയ? ഇത് 50 ആണെങ്കിൽ ഇത് 50 എല്ലാം 50 ആയിരിക്കും. ഒരേ സ്ഥലത്ത് നിന്നാണോ തുടങ്ങണത്? അങ്ങനെ നോക്കാം. ഓക്കെ, അടുത്തുണ്ട്. ഇതിനെ കൂടെ നോക്കി, ഒരു സർക്കിൾ വരച്ചിട്ട് ഒരു കോഡ് വരച്ചപ്പോ മുകളിൽ ഒരു സെഗ്മെന്റ് താഴെ ഒരു സെഗ്മെന്റ്. മുകളിലെ സെഗ്മെന്റിൽ ഒരു ആംഗിൾ ഉണ്ടാക്കുന്നുണ്ട്, താഴത്തെ സെഗ്മെന്റിലും ഇവിടെ നിന്ന് ഒരു ആംഗിൾ ഉണ്ടാക്കുന്നുണ്ട് വിചാരിക്കാം. നോക്കട്ടാ, മുകളിൽ ഒരു ആംഗിൾ താഴത്തെ ഒരു ആംഗിൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ അടുത്ത കാര്യമാണ്, ഒരു മുകളിലെ സെഗ്മെന്റിൽ ഉണ്ടാക്കുന്ന ആംഗിളും താഴത്തെ സെഗ്മെന്റിൽ ഉണ്ടാക്കുന്ന ആംഗിളും കൂട്ടിയാല് 180 ആയിരിക്കും. കൂട്ടിയാല് 180 ആയിരിക്കും. ഓർമ്മയുണ്ടാവണ്ട. നിങ്ങൾ പറയാ, ഒരു സർക്കിളില ഒരു വര വരച്ചപ്പോ 2 സെഗ്മെന്റ് ആയിട്ട് തിരിഞ്ഞു. ഇപ്പൊ ഞാൻ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് മുകളിൽ ഒരു ആംഗിൾ ഉണ്ടാക്കണ്ടെന്ന് വിചാരിക്കാം, അടിയിൽ ഒരു ആംഗിൾ ഉണ്ടാക്കണ്ടെന്ന് വിചാരിക്കാം. ഈ മുകളിലെ ആംഗിളും താഴത്തെ ആംഗിളും കൂടി കൂട്ടിയാൽ എത്രയായിരിക്കും? 180 ആയിരിക്കും. 180 ആയിരിക്കും. ഓക്കെ ആണോ? മുകളിൽ ഉണ്ടാക്കുന്ന ആംഗിളും താഴത്തെ ഉണ്ടാക്കുന്ന ആംഗിളും സമ്മ 180 ആയിരിക്കും. കിട്ടിയാലോ? ഓക്കെ ആണോ? അപ്പൊ എഴുതിയിട്ടുള്ള നോക്ക്, ആൻഡ് ദി സം ഓഫ് ദി ആംഗിൾസ് ഇൻ ഓൾട്ടർനേറ്റീവ് സെഗ്മെന്റ് ഈസ് 180. മുകളിലുള്ളതിന്റെ ഓൾട്ടർനേറ്റീവ് ആണ് അടിയിലുള്ളതിന്റെ ഓൾട്ടർനേറ്റീവ് ആണ് മുകളിൽ. അപ്പൊ മുകളിലും താഴത്തെയും കൂടിയും കൂട്ടിയാൽ 180 ആയിരിക്കും. അപ്പൊ ഒരു എക്സാമ്പിൾ പറയാ, ഇതൊരു 60 ആണെങ്കിൽ ഇത് അടിയത്തെ എത്രയായിരിക്കും? 60 വേണ്ട, ഒരു 50 ആണെന്ന് വിചാരിക്കാം. 50 ആണെങ്കിൽ അടിയത്തെ ആംഗിൾ എത്രയായിരിക്കും? 180. 50 കുറയ്ക്കണം അല്ലെ. അപ്പൊ ഇത് എത്ര കിട്ടും? 180 - 50 130 കിട്ടും. അപ്പൊ രണ്ടും കൂടിയും കൂട്ടിയാൽ 180 ആവുള്ളൂ. ഓക്കെ, കാര്യം മനസ്സിലായല്ല? അപ്പൊ അങ്ങനെയാണെങ്കിൽ മുകളിലെ ആംഗിൾ ഞാനിപ്പോ പറയാം ഒരു എക്സ് ആണെങ്കിൽ താഴത്തെ ആംഗിൾ എത്രയായിരിക്കും? മുകളിലെ അടിയിലും കൂട്ടിയാൽ 180 ആവണം. അതായത് ഇത് കിട്ടണമെങ്കിൽ 180 എക്സ് കുറയ്ക്കണം. 180 - എക്സ് ആയിരിക്കും. മുകളിൽ എക്സ് ആണെങ്കിൽ അടിയിൽ എന്തായിരിക്കും? 180 - എക്സ് ആയിരിക്കും. ഓക്കെ, ഓർമ്മ ഉണ്ടാവണം എടാ. ഇത് കിട്ടി. ആംഗിൾ സെയിം സെഗ്മെന്റ് ആർ ഈക്വൽ. ഒരേ സെഗ്മെന്റിലെ ആംഗിൾ സെയിം, ഓൾട്ടർനേറ്റീവ് സെഗ്മെന്റിലെ ആംഗിളുകൾ കൂട്ടിയാൽ 180. ഓർമ്മ ഉണ്ടാവണം കേട്ടോ. ഓക്കെ, അപ്പൊ അടുത്തേക്ക് പോവാം. അടുത്ത എന്താന്ന് നോക്കി, ഒരു സർക്കിൾ വരച്ചിട്ടുണ്ട്. സർക്കിളിൽ നമ്മൾ എന്താ വരച്ചിട്ടുള്ളത്? ഒരു കോഡ്രിലാഡറിലാണ്. 4 സൈഡുള്ള ഒരു ഷേപ്പിനെ പറയുന്ന പേരാണ് കോഡ്രിലാഡറൽ. ഓക്കെ ആണോ? 4 സൈഡുള്ള എല്ലാ ഷേപ്പിനെയും കോഡ്രിലാഡറൽ എന്നാണ് പറയുന്നത്. ഈ കോഡ്രിലാഡറിന്റെ എൻഡുകളുണ്ട്. ഈ എൻഡുകൾ നമ്മൾ പറയുന്ന പേരാണ് എന്താണ്? എൻഡുകളെ പറയുന്ന പേര് വെർട്ടിസസ് എന്നാണ് പറയുന്നത്. ഓക്കെ ആണോ? മൂലകളെ പറയുന്ന പേരാണ് വെർട്ടിസസ്. അപ്പൊ ഞാൻ പറയാം, നോക്കി, ഒരു സർക്കിളിൽ ഒരു കോഡ്രിലാഡറിന്റെ 4 വെർട്ടിസസിൽ കൂടെയും പാസ് ചെയ്യുന്ന ഒരു വട്ടം വരയ്ക്കാൻ പറ്റിയാലേ, 4 മൂലയിൽ കൂടെയും കടന്നു പോകുന്ന ഒരു വട്ടം വരയ്ക്കാൻ പറ്റിയാല് അതിന്റെ പേരാണ് എന്ത്? സൈക്ലിക് കോഡ്രിലാഡർ. സൈക്ലിക് കോഡ്രിലാഡർ. ഓക്കെ ആണോ? സൈക്ലിക് കോഡ്രിലാഡർ എന്നാണ് അതിനെ പറയാ. ഓക്കെ, 4 മൂലയിൽ കൂടെയും കടന്നു പോകുന്ന വട്ടം വരച്ചാല് സൈക്ലിക് കോഡ്രിലാഡർ ആവും. ഇതിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാല്, ഇതിന്റെ ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾ കൂട്ടിയാൽ എത്ര ഡിഗ്രി ആയിരിക്കും? 180 ആയിരിക്കും. ഈ ആംഗിളും കൂടിയും കൂട്ടിയാൽ 180 ആയിരിക്കും. അതുപോലെ ഇപ്പുറത്തെ ആംഗിളും കൂടിയും കൂട്ടിയാൽ എന്തായിരിക്കും? 180 ആയിരിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ സെഗ്മെന്റ് വെച്ചിട്ട്, അത് തന്നെയാണ് ഈ പറഞ്ഞിട്ടുള്ളത് എടാ. അപ്പൊ നോക്കിയതേ, ഒരു സർക്കിളില ഒരു മുകളിൽ ഒരു ആംഗിൾ ഉണ്ടാക്കുന്നുണ്ട്, താഴത്തുണ്ടാക്കുന്നുണ്ട്. അതല്ലേ കോഡ്രിലാഡറൽ കാണുന്നത്? കണ്ടോ? 4 സൈഡുള്ള കോഡ്രിലാഡറിലാണുണ്ട്. ഒരെണ്ണം എക്സ് എടുത്താൽ മറ്റേത് എന്തായിരിക്കും? 180 - എക്സ് ആയിരിക്കും. കാരണം ഇതും കൂടിയും കൂട്ടി നോക്കി 180 ഇട്ടോ നോക്കാം. 180 - എക്സും കൂടിയും കൂട്ടി നോക്കി എത്ര കിട്ടാ? 180 ആണ് കിട്ടാ. കാരണം നോക്കിയാൽ പ്ലസ് എക്സ് - എക്സ് പോയി ബാക്കി 180 കിട്ടി. ഓക്കെ ആണോ? ഒരു സൈക്ലിക് കോഡ്രിലാഡറിലെ ഓപ്പോസിറ്റ് ആംഗിൾ കൂട്ടിയാൽ എന്തായിരിക്കും? 180 ആയിരിക്കും. ഓക്കെ, ഇനി അടുത്തേക്ക് പോവാം. അടുത്ത ഭാഗം പറയാം. അടുത്ത് നോക്കാം. ഒരു സർക്കിൾ നോക്കട്ടാ.
ഓപ്പോസിറ്റ് ആംഗിൾ കൂട്ടിയ 180. ഈ കൺസെപ്റ്റ് നമ്മൾ പറഞ്ഞതാണ്. ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. എ ക്വാഡ്രിലാറ്ററൽ വിത്ത് ദി property that a circle could be drawn through all 4 vertices, 6 vertices is called a cyclic quadrilateral. കണ്ട 4 വെർട്ടിസസിൽ കൂടെ പാസ് ചെയ്യുന്ന സർക്കിൾ വരച്ചാൽ എന്താവും? സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ. അതിന്റെ പ്രത്യേകത എന്താണ്? ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾ കൂട്ടിയാൽ 180 ആയിരിക്കും. ഓക്കെ ആണല്ലോ? ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾ കൂട്ടിയാൽ 180 ആയിരിക്കും. അടുത്ത് നോക്കിയേ, ഒരു സർക്കിളില് 3 വെർട്ടെക്സുകൾ, 3 മൂലകൾ സർക്കിളിലുണ്ട്. ഒരെണ്ണം പുറത്താണ്. കണ്ട, ഒരു മൂല പുറത്തല്ലേ? 3 എണ്ണം സർക്കിളുണ്ട്. ഒരു ക്വാഡ്രിലാറ്ററിന്റെ 3 വെർട്ടിസസ് സർക്കിളുമാണ്. വെർട്ടിസസ് എന്ന് പറഞ്ഞ മൂലകൾ കേട്ടോ. 3 എണ്ണം സർക്കിളും 1 പുറത്താണ്. അപ്പൊ ഓപ്പോസിറ്റ് ഉള്ളത് കൂട്ടിയാൽ എന്തായിരിക്കും? ഓപ്പോസിറ്റ് ആംഗിൾ കൂട്ടിയാൽ ലെസ് ദാൻ 180 ആയിരിക്കും. മറക്കരുത്, ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾ കൂട്ടിയാൽ ലെസ് ദാൻ 180 ആയിരിക്കും. അടുത്തത് പറയാം, ഒരു സർക്കിളിലാ 3 എണ്ണം സർക്കിളുമാ, 3 വെർട്ടിസസ് സർക്കിളും ഉണ്ട്. 4ാമത്തെ വെർട്ടിസസ് സർക്കിളിന്റെ ഉള്ളിലാണ്. കണ്ടോ? 4ാമത്തെ സർക്കിളിന്റെ ഉള്ളിലല്ലേ ഈ മൂല വന്നിട്ടുള്ളത്? അപ്പൊ ഓപ്പോസിറ്റ് ഉള്ള 4ാമത്തെ വെർട്ടെക്സും അതിന്റെ ഓപ്പോസിറ്റ് ഉള്ള വെർട്ടെക്സും കൂട്ടി എന്തായിരിക്കും? ഗ്രേറ്റർ ദാൻ 180 അല്ലെങ്കിൽ മോർ ദാൻ 180 ഡിഗ്രി ആയിരിക്കും. ഓക്കെ ആണോ? അതാണ് എന്ത് പറഞ്ഞത്? ഇത് ക്വാഡ്രിലാറ്ററൽ. ഓക്കെ, അകത്താണെങ്കിൽ കൂട്ടിയിട്ടുണ്ടെങ്കിൽ അകത്തുള്ളതും അതിന്റെ ഓപ്പോസിറ്റ് ഉള്ളതും കൂട്ടിയാൽ മോർ ദാൻ 180 ആയിരിക്കും. ഓക്കെ ആണല്ലോ? ക്ലിയർ ആണല്ലോ? അതാണ് എഴുതിയിട്ടുള്ളത്, ഗ്രേറ്റർ ദാൻ 180 കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് ഇതിനകത്ത് മോർ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കണത്. ഇതിനകത്തുള്ള ഈ പാഠത്തിലെ എല്ലാ കൺസെപ്റ്റാണ് പറഞ്ഞത്. ഇതിന് മുമ്പ് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ഇതിനകത്ത് ഉണ്ടാക്കിയിട്ടുള്ള ചോദ്യങ്ങളുടെ ബാക്കി. അപ്പൊ നമുക്ക് നോക്കാം. ഫുൾ ക്വസ്റ്റ്യൻ ശരിക്കും വായിക്കണം. അതിന്റെ മലയാളം മീഡിയത്തിലുള്ളവർക്ക് മലയാളം മീഡിയം കൊടുത്തിട്ടുണ്ട്. നോക്കാം. ഇൻ ഫിഗർ ABCD ആർ പോയിന്റ്സ് ഓൺ ദി സർക്കിൾ വിത്ത് സെന്റർ O. ABCD എന്ന് വെച്ചാൽ സർക്കിളിലുള്ള പോയിന്റുകളാണ്. സെന്റർ O ആണ്, സെന്റർ O ആണ്. ആംഗിൾ AOB ഈക്വൽ ടു 140 ഡിഗ്രി. ഈ ആംഗിൾ ആണ് കേട്ടോ. AOB എത്രയാണ്? 140 ഡിഗ്രിയാണ് അതിലുള്ളത്. 140 ഡിഗ്രി. ഫൈൻഡ് ദി മെഷർ ഓഫ് ആംഗിൾ ACB ആൻഡ് ADB. ആംഗിൾ ACB എത്രയാണെന്ന് എഴുതണം. ആംഗിൾ ADB എത്രയാണെന്ന് എഴുതണം. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, സിമ്പിൾ ആണ്. ഇത് പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുണ്ട്. അതാരണം ഇത്ര സിമ്പിൾ ക്വസ്റ്റ്യൻ ഇവിടെ കാണുന്നത് കേട്ടാ. ദേ നടുക്കുള്ളത് അറിയാം. മുകളിലല്ലേ ACB എന്നുള്ള ആംഗിൾ ഏതാണ്? ഈ ആംഗിൾ ആണ് ACB എന്ന് പറയുന്ന ആംഗിൾ അല്ലെ? കണ്ടാ മനസ്സിലാവുമല്ലോ. അപ്പൊ സെന്ററിൽ 140 ആണെങ്കിൽ ACB എത്രയായിരിക്കും? അതിന്റെ പകുതി ആയിരിക്കും. നമ്മൾ പഠിച്ചല്ലേ, ഒരു ആർക്ക് സെന്ററിൽ ഉണ്ടാക്കണതിന്റെ പകുതി ആയിരിക്കും ഓൾട്ടർനേറ്റീവ് ആർക്കിൽ ഉണ്ടാക്കണം. നമ്മൾ പഠിച്ചു. ഓക്കെ, അപ്പൊ എത്രയായിരിക്കും? 140/2 എത്രയാണ്? 70 ഡിഗ്രിയാണ് വരാം. ACB എന്നുള്ള ആംഗിൾ എത്രയാണ്? 70 ഡിഗ്രി. അടുത്ത് പറയാം ADB എന്നുള്ള ആംഗിൾ. ഓക്കെ, ADB എത്ര ഡിഗ്രി ആയിരിക്കും? ADB എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോക്കിയേ, ഈ സർക്കിളിന്റെ മുകളിൽ ഉണ്ടാക്കണത് 70, ഇത് 70 കിട്ടി. അടിയിൽ ഉണ്ടാക്കണല്ലേ ADB എന്നുള്ള ആംഗിൾ. ഇതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമ്മൾ പഠിച്ചത് എന്താണ്? ഒരു ക്വാഡ്രിലാറ്ററിന്റെ അല്ലെ, ഈ ക്വാഡ്രിലാറ്റർ കാണണ്ടാ, അതെ ഇങ്ങനെ 4 സൈഡ് സർക്കിളിൽ മുട്ടണണ്ടാ. ബാക്കി പടങ്ങളൊന്നും ആലോചിക്കണ്ടാ. ഇത് മുകളിൽ 70 ആണെങ്കിൽ അടിയിൽ എത്രയായിരിക്കും? 180 - 70. എത്രയാണ് 180 - 70? 180 - 70 110 കിട്ടും. ഓക്കെ ആണോ? അപ്പൊ ഈ ആംഗിൾ എത്രയാണ്? 110 ഡിഗ്രി. അടിയത്തെ 110, മുകളിലത്തെ ആംഗിൾ 70, കൂട്ടിയാ 180 ആവണുണ്ടല്ലോ. ഓക്കെ, കിട്ടിയല്ലോ? ക്ലിയർ ആണെന്ന് വിചാരിക്കണം. ഓക്കെ, അപ്പൊ നടുക്കത്തെ മുകളിൽ തന്നെ പിടിക്കാൻ പറ്റൂട്ടാ. അതാണ് മോഡൽ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ ദ ഫിഗർ ആംഗിൾ C = 110. ആംഗിൾ C എന്ന് വെച്ചാൽ 110 ഡിഗ്രിയാണ്. ഫൈൻഡ് ദ മെഷർ ഓഫ് ആംഗിൾ. സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലെ? നോക്കി, ആംഗിൾ എത്രയാണെന്ന്. ഇതെന്താണ്? ഷേപ്പ് സർക്കിൾ ആണ്. ഒരു ക്വാഡ്രിലാറ്ററൽ ഉണ്ട്. 110 ഇവിടെ പോയാൽ ഇത് എത്ര ഉണ്ടാവും? 150. ആംഗിൾ ഈക്വൽ ടു എന്താ? ആംഗിൾ ഈക്വൽ ടു 150 - 110 ഈക്വൽ ടു 70 ഡിഗ്രി. ഓക്കെ ആണോ? ഈ ആംഗിൾ എത്രയാണ്? 70 ഡിഗ്രിയാണ്. ഈ ആംഗിൾ ചോദിച്ചിട്ടുള്ളത്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു അല്ലെ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യനിക്കോ. തുടക്കത്തിൽ കുറച്ച് സിമ്പിൾ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. ചോദ്യം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ്. അപ്പൊ ഈ ചോദ്യം ഒന്ന് പഠിക്കണം. ഈ ചോദ്യത്തിൽ ചോദിച്ചിട്ടുള്ളത് വാട്ട് ഫ്രാക്ഷൻ ഓഫ് ദി സർക്കിൾ ഇസ് ദി ആർക്ക് മാർക്ക്ഡ് ഇൻ ദി പിക്ചർ ബിലോ. കണ്ട, ഒരു ആർക്ക് ഉണ്ട്. ആർക്ക് ഇങ്ങനെ മാർക്ക് ചെയ്തേക്കണ്ട. ഈ ആർക്ക് സർക്കിളിന്റെ എത്ര ഫ്രാക്ഷൻ ആണെന്ന്, അതായത് വാട്ട് ഫ്രാക്ഷൻ ഓഫ് ദി ആർക്ക് മാർക്ക്ഡ് ഇൻ ദി പിക്ചർ ബിലോ. ഈ ആർക്ക്, ഈ മാർക്ക് ചെയ്തേക്കണ ആർക്ക് കണ്ടില്ലേ? മൊത്തം സർക്കിളിനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇത് എത്ര ഭാഗമാണ്? ഞാനിപ്പോ ഒരു എക്സാമ്പിൾ പറയാം. ഒരു സർക്കിൾ വരച്ചിട്ടേ ഇങ്ങനെയൊക്കെ കട്ട് ചെയ്തേക്കാണ് തുല്യമായിട്ടാ. ഞാൻ എന്നിട്ട് ഒരെണ്ണത്തിൽ ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ചോദിക്കുകയാണ് സർക്കിളിന്റെ എത്ര ഭാഗമാണ് ഞാൻ ഷെയ്ഡ് ചെയ്തിട്ടുള്ളത്? അത് പറയാൻ പറ്റുമോ? അപ്പൊ ഷെയ്ഡ് ചെയ്തിട്ടുള്ളത് 1 ടോട്ടൽ എത്ര ഭാഗമുണ്ട്? 2, 3, 6, 8 ആണോ? 1/8 ഭാഗമാണ് ഷെയ്ഡ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ 1/8 എന്ന് പറയാൻ പറ്റും. ഓക്കെ ആണോ? സർക്കിളിന് ഷെയ്ഡ് ചെയ്തിട്ടുള്ളത് 1/8. ഇപ്പൊ ഞാൻ 2 ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. എത്ര ഭാഗമാണ് ഷെയ്ഡ് ചെയ്തേക്കണത്? 2/8. അതായത് 8ൽ 2. അതാണ് ഇതിന്റെ അർത്ഥം. അതുപോലെ ഈ സർക്കിളിന് ഇങ്ങനെ കട്ട് ചെയ്തേക്കണിരിക്കും. ഇങ്ങനെ ഒരു വള കഷ്ണം എടുത്തിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഈ ഒരു പീസ് മാത്രം അവിടെ ഇങ്ങനെ ഇരിക്കുന്ന ഒരു പീസ് മാത്രം കട്ട് ചെയ്തെടുത്തേക്കണം. അത് സർക്കിളിന്റെ എത്ര ഭാഗം ഉണ്ടാവുന്നത് ചോദിച്ചിട്ടുള്ളത്. വാട്ട് ഫ്രാക്ഷൻ ഓഫ് ദി ആർക്ക്. ഓക്കെ ആണോ? അപ്പൊ നമ്മൾ കണ്ടുപിടിക്കുന്ന സാധനത്രേ ഉള്ളൂ. ആദ്യം തന്നെ ചെയ്യേണ്ട സ്റ്റെപ്പ് ഇതാണ്. മുകളിൽ 40 ഡിഗ്രി ആണല്ലോ ചെയ്യേണ്ടത്. ഫസ്റ്റ് സെന്ററിൽ ആംഗിൾ മാർക്ക് ചെയ്യുക. സെന്ററിൽ ആംഗിൾ എത്ര കിട്ടും? സെൻട്രൽ ആംഗിൾ ഓഫ് ദി ആർക്ക്
സെൻട്രൽ ആംഗിൾ ഓഫ് ആർക്ക് എത്രയാണ് വരാ? സെൻട്രൽ ആംഗിൾ ഓഫ് ആർക്ക് എത്ര വരാം? മുകളിൽ 40 ആണെങ്കിൽ നടുക്ക് എത്രയായിരിക്കും? 80 വരും അല്ലെ? നടുക്ക് 80 ഡിഗ്രി ആണ്. 80 ഡിഗ്രി. ഓക്കെ. പക്ഷെ സെൻട്രൽ ആംഗിൾ കണ്ടുപിടിക്കാനല്ല ചോദിച്ചിട്ടുള്ളത്. സെൻട്രൽ ആംഗിൾ ആദ്യം കണ്ടുപിടിക്കണം. ഇങ്ങനെ ഒരു ചോദ്യം വന്നാൽ സെൻട്രൽ ആംഗിൾ കണ്ടുപിടിക്കണം. എന്നിട്ട് ഫ്രാക്ഷൻ ഓഫ് ആർക്ക്, ഫ്രാക്ഷൻ ഓഫ് ആർക്ക് കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്യണം എന്ന് വെച്ചാല് സെൻട്രൽ ആംഗിളിനെ 360 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഓക്കെ ആണോ? ഈ 360 മൊത്തം ഒരു പോയിന്റ് ആണെങ്കിൽ അതിന്റെ ചുറ്റും മൊത്തം 360 ഡിഗ്രി അല്ലേ വരാ? അതിനകത്തല്ല 80 ഡിഗ്രിയിൽ ഒരു ആർക്ക് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പൊ ഫ്രാക്ഷൻ ഓഫ് ആർക്ക് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഇതിന്റെ ഫ്രാക്ഷൻ, ഈ ആർക്കിന്റെ സെൻട്രൽ ആംഗിളിനെ 360 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഉത്തരവായി. ഓക്കെ ആണോ? അപ്പൊ 80/360 എത്രയാണ്? 0 വെട്ടിപ്പോയി. 8/36 ചെറുതാക്കുമ്പോ 4/18 വരും. മുകളിൽ താഴെ പകുതിയാക്കി എഴുതി. പിന്നെയും പകുതിയാക്കി എഴുതുമ്പോ 2/9 വരും. അതായത് ഫ്രാക്ഷൻ ഓഫ് ആർക്ക് എത്രയാണ്? 2/9. 2/9 ആണ് നമ്മുടെ ഉത്തരം വരാം. കിട്ടിയാ നോക്കിയേ, ചെയ്ത സ്റ്റെപ്പ് നോക്കിയേ. മുകളിലും താഴെയും പകുതിയാക്കി പോയി. ഓക്കെ, സിമ്പിൾ ആണ് കേട്ടോ. സെൻട്രൽ ആംഗിൾ കണ്ടുപിടിക്കാൻ മറക്കരുത്. എന്നിട്ട് അതിനെന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം? 360 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഓക്കെ, അടുത്തേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. ചോദ്യം നോക്കാം. ഇൻ ദി ഫിഗർ O is the center of the circle. O സർക്കിളിന്റെ സെന്റർ ആണ്. ആംഗിൾ OCB ഈക്വൽ ടു 40. നീ കണ്ട ഈ ആംഗിൾ 40 ഡിഗ്രി എന്നിട്ടുണ്ട്. ഓക്കെ, ദെൻ ആംഗിൾ CBO എത്ര ഡിഗ്രിയാണ്? CBO എത്ര ഡിഗ്രിയാണ്? CBO ഇത് 40 അല്ലേ നിൽക്കുന്നത്. ഇത് എത്രയാണെന്നല്ലേ ചോദിച്ചിട്ടുള്ളത്? എത്രയായിരിക്കും? ഒരു സർക്കിൾ വരച്ചാലേ സെന്ററിൽ നിന്ന് ഇങ്ങനെ വരച്ചാല് ഇത് ഈ സർക്കിൾ എന്ത്, ഈ സർക്കിളിനുള്ളിൽ ഒരു ട്രയാംഗിൾ വരച്ചാൽ എന്ത് ട്രയാംഗിൾ ആണത്? രണ്ട് സൈഡുകൾ ഈക്വൽ അല്ലേ? ഇത് റേഡിയസ് ആണ്, ഇത് റേഡിയസ് ആണ്. അപ്പൊ ഇതിന്റെ ഓപ്പോസിറ്റ് ഉള്ള ആംഗിളും ഇതിന്റെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിളും ഈ സൈഡിന്റെ ഓപ്പോസിറ്റ് ഉള്ള ആംഗിളും സെയിം ആയിരിക്കും. അതായത് ഐസോസെലസ് ട്രയാംഗിൾ ആണത്. അങ്ങനത്തെ ഒരു ട്രയാംഗിൾ അല്ലേ ഈ ചെരിച്ച് വരച്ചിട്ടുള്ളത്. ഇത് മാത്രം നോക്കി OCB, ഞാൻ ഈ വരച്ചിട്ടുള്ള ട്രയാംഗിൾ മാത്രം നോക്കി ബ്ലൂ കൊണ്ട് വരച്ചിട്ടുള്ളത്. ആ ട്രയാംഗിൾ ഐസോസെലസ് അല്ലേ? ഇത് റേഡിയസ് ആണ്, ഇത് റേഡിയസ് ആണ്. ഇതിന്റെ ഓപ്പോസിറ്റ് 40 ആണെങ്കിൽ ഇതിന്റെ ഓപ്പോസിറ്റ് ആംഗിൾ എത്രയായിരിക്കും? 40. ഓക്കെ ആണോ? ക്വസ്റ്റ്യൻ ആൻസർ കിട്ടിയില്ലേ? എത്ര ഡിഗ്രിയാണ്? ഐസോസെലസ് ട്രയാംഗിൾ. പേര് ഓർമ്മയുണ്ടാവണം. 40 ഡിഗ്രി. ക്വസ്റ്റ്യൻ ഒരു മാർക്കാണ് കേട്ടാ. 40 ഡിഗ്രി എന്ന് എഴുതി ഒരു മാർക്ക് കിട്ടും. ഓക്കെ, ബി ക്വസ്റ്റ്യൻ എന്താണ്? BOC എത്രയാണ്? ആംഗിൾ BOC ഇതല്ലേ? അപ്പൊ ഒരു ട്രയാംഗിളിനുള്ളിൽ ആകെ 180 ആണ് നമുക്കറിയാം. ഒരു 40 പോയപ്പോ 80 പോയി. അപ്പൊ എന്ത് ചെയ്യാ? 180 80 കുറച്ചാല് ബാക്കി കിട്ടും. ഇത് കിട്ടും അല്ലെ? ആകെ 180 അല്ലേ? അപ്പൊ 80 കുറച്ചാൽ എത്ര കിട്ടും? 100 കിട്ടും. ഓക്കെ ആണോ? 100 ഡിഗ്രി. അപ്പൊ 2 മാർക്കായി. ഓക്കെ ആണോ? കാര്യം മനസ്സിലായി. സെൻട്രൽ ആംഗിൾ 100 ഡിഗ്രി കിട്ടി. കണ്ടാ? അടുത്ത വെച്ചിട്ടുണ്ട് ആംഗിൾ BAC. ഇതല്ലേ? BAC എത്ര ഡിഗ്രിയാണ്? BAC എത്രയായിരിക്കും? നോക്ക്, നടുക്കുണ്ടാക്കണം 100 ആണ്. അങ്ങനെയാണെങ്കിൽ മുകളിൽ ഉണ്ടാക്കണ ആംഗിൾ എത്രയായിരിക്കും? പഠിച്ചാലേ സെന്ററിൽ ഉണ്ടാക്കണല്ല, പകുതിയാണ് അല്ലെ? ഓൾട്ടർനേറ്റീവ് ആർക്കിൽ ഉണ്ടാക്കണത്. അപ്പൊ എത്രയാണ്? 100ന്റെ പകുതി എത്രയാണ്? 50 ഡിഗ്രി. ഓക്കെ ആണോ? 3 മാർക്ക് കിട്ടി. അടുത്ത വെച്ചിട്ടുള്ളത് ഇത് 50 ആണ്. അടുത്ത വെച്ചിട്ടുള്ളത് BDC. ഈ ആംഗിൾ എത്രയാണ്? BDC എത്രയായിരിക്കും? ഇവിടെ മുകളിൽ ഉണ്ടാക്കണം 50 അല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ താഴത്ത് ഉണ്ടാക്കണ ആംഗിൾ എത്രയായിരിക്കും? അതിന്റെ ഓപ്പോസിറ്റ് മുകളിൽ താഴെ ഉണ്ടാക്കണം. അതായത് നോക്കി, ഇത് കൂടുതലായിട്ടാണ് ഉണ്ടാ. 4 സർക്കിളുമായി ഈ നടുക്കളൊന്നും മൈൻഡ് ചെയ്യണ്ട. ഈ 4 മാത്രം നോക്കി അതിന്റെ ഓപ്പോസിറ്റ് ഉള്ള ആംഗിളുകൾ കൂട്ടിയാൽ 180 അല്ലേ കേട്ടാ? അപ്പൊ ഇവിടെ 50 പോയി. അത് എത്രയാണ്? 180 50 കുറയ്ക്കാം. ഇപ്പൊ എത്ര കിട്ടി? 130 ഡിഗ്രി. ഓക്കെ ആണോ? ക്ലിയർ ആണെന്ന് വിചാരിക്കണേ. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഈ ആംഗിളും ഇപ്പൊ ഇതിന്റെ ഓപ്പോസിറ്റ് ഉള്ള ആംഗിളും കൂട്ടിയാൽ 180 ആവും. അപ്പൊ അതിന്റെ 180 അത് കുറച്ചാൽ മതി. ഓക്കെ, അടുത്തത് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ഇമ്പോർട്ടന്റ് ആണ്. നല്ലോണം നോക്കിയിരിക്കുക. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ ഒരു 20 ഡിഗ്രി വന്നിട്ടുണ്ട്. ഇവിടെ ഒരു 30 ഡിഗ്രി വന്നിട്ടുണ്ട്. ഓക്കെ, 30 ഡിഗ്രി വന്നിട്ടുണ്ട്. നമ്മൾ ചോദിച്ചിട്ടുള്ളത് ABC എന്നുള്ള ട്രയാംഗിളിന് 3 ആംഗിൾ കണ്ടുപിടിക്കാനാണ്. അപ്പൊ നമ്മൾ ചെയ്യേണ്ട സ്റ്റെപ്പ് ഇതാണ്. നോക്കിയിരിക്കാടാ. എന്താ ചെയ്യേണ്ടത്? നമുക്ക് ക്ലാസ്സിൽ ചെയ്ത് ഓർമ്മയുണ്ടാ? ഫസ്റ്റ് ഞാനിപ്പോ ചെയ്യേണ്ടത് ഇതും കൂടി യോജിപ്പിച്ച്. അപ്പൊ നമുക്ക് ലെഫ്റ്റിലെ ട്രയാംഗിൾ റൈറ്റിൽ വരണം, അടിയിൽ വരണം. 3 ട്രയാംഗിൾ ആയാല ലെഫ്റ്റിലെ ട്രയാംഗിൾ മാത്രം നോക്കിയേ. ഇത് റേഡിയസ് ആണ്, ഇത് റേഡിയസ് ആണ്. 2 സൈഡ് ഈക്വലി. ഇതിന്റെ ഓപ്പോസിറ്റ് 20 ആണെങ്കിൽ ഈ സൈഡിന്റെ ഓപ്പോസിറ്റ് ഈ ആംഗിൾ എത്ര ഡിഗ്രി ആയിരിക്കും? 2 സൈഡ് ഈക്വൽ ആണെങ്കിൽ ഈക്വൽ സൈഡിന്റെ ഓപ്പോസിറ്റ് ആംഗിൾ സെയിം ആയിരിക്കും, 20 ഡിഗ്രി. ഇവിടെ അത് റൈറ്റിലുള്ള ട്രയാംഗിൾ നോക്കിയേ. ഇത് റേഡിയസ് ആണ്, ഇത് റേഡിയസ് ആണ്. ഇതിന്റെ ഓപ്പോസിറ്റ് 30 ആണെങ്കിൽ ഈ സൈഡിന്റെ ഓപ്പോസിറ്റ് എന്തായിരിക്കും? ഈ ആംഗിൾ എത്ര ആയിരിക്കും? 30 ആയിരിക്കും. അപ്പൊ മുകളിൽ ആംഗിൾ ഇട്ടില്ലേ? മൊത്തം 50 ഇട്ടില്ലേ? ഇവരെ വരയ്ക്കണം. ഇവരെ എക്സ്ട്രാ നമ്മൾ ജോയിൻ ചെയ്യണമാണ്. ചോദ്യത്തിൽ ഉണ്ടാവൂല. അപ്പൊ നമുക്ക് ചോദ്യത്തിൽ ഇല്ലെങ്കിൽ എന്ത് ചെയ്താൽ മതി? അങ്ങനെയുള്ള എക്സ്ട്രാ വരകൾ നമുക്ക് വരയ്ക്കാം. ഓക്കെ, അപ്പോൾ മൊത്തം മുകളിൽ 50 ഡിഗ്രിയാണ് ആംഗിൾ എന്ന് വെച്ചാൽ 50 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ സെൻട്രൽ ആംഗിൾ എത്രയായിരിക്കും? ഇതിന്റെ സെൻട്രലുള്ള ആംഗിൾ എത്രയായിരിക്കും? മുകളിൽ മൊത്തം 50 ആണെങ്കിൽ താഴെ മൊത്തത്തിലായിരിക്കും. നടുക്കുണ്ടാവുന്ന ആംഗിൾ എത്രയായിരിക്കും?
ഇതിന്റെ ഇരട്ടിയല്ലേ 100 ഡിഗ്രി. ഓക്കെ ആണോ? 100 ഡിഗ്രി. അപ്പൊ നമുക്ക് സെൻട്രൽ ആംഗിൾ കിട്ടി. ഇപ്പൊ നമുക്ക് എ ബി സി എന്നുള്ളതിന് 3 ആംഗിൾ ആയാ ഇല്ല. ഇനി നമുക്ക് ഈ ഗ്യാപ്പിലെയും കണ്ടുപിടിക്കണം അല്ലെ. ഇതിനൊരു പ്രത്യേകത ഉണ്ട്, ഇത് രണ്ടും സെയിം ആയിരിക്കും അല്ലെ. ഈ ട്രയാംഗിൾ ഐസോസിൽസ് ആണ്. അതായത് 150 ആണ് ആകെ, അതിൽ 100 മാറ്റി നിർത്തിയിട്ട് ബാക്കിയുള്ളതിനെ തുല്യമാക്കി കൊടുക്കാം. അപ്പൊ എങ്ങനെ വരും? 150 ആ 100 കുറയ്ക്കാം, പകുതിയാക്കാം. ഇപ്പൊ എത്രയാണ്? 80/2 എത്രയാണ്? 40 ഡിഗ്രി. ഓക്കെ ആണോ? ഈ ആംഗിൾ 40, ഈ ആംഗിൾ 40. ഓക്കെ. ഇപ്പൊ 40, 40 അടുക്കത്ത് 100 കിട്ടിയാ ആകെ 150. എടാ ക്ലിയർ ആണോ? നോക്കിയേ, ക്ലിയർ അല്ലേ? സിമ്പിൾ ആണ്, ആലോചിച്ചാൽ കിട്ടും. ഇങ്ങനെ വരച്ചാലേ ഇതിന്റെ ഐഡിയ ഉണ്ടാവുള്ളൂ. ഐസോസെലസ് ട്രയാംഗിൾ എന്നൊരു കൺസെപ്റ്റ് ആണ് ആകെ എടുത്തിട്ടുള്ളത് ഇത്രയും പടത്തിൽ. പിന്നെ മുകളിലുള്ളതിന്റെ ഇരട്ടി നടക്കുണ്ടാക്കും, അതും അറിയണം കേട്ടാ. ഓക്കെ, അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. വേറെ 2 സൈഡ് തന്നേക്കാണ്. ഇവിടെ 40, ഇവിടെ 30. നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. തന്നെ ചെയ്തിട്ട് ആൻസർ ഒന്ന് നോക്കാട്ടാ, ചെയ്ത് നോക്കാം. ഓക്കെ, ക്ലിയർ ആവുമെന്ന് വിചാരിക്കാം. ചെയ്യാൻ പറ്റും എന്തായാലും കേട്ടോ. അതുപോലെ തന്നെ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം, ശരിക്കും ശ്രദ്ധിച്ചിരിക്കണം എന്നാലേ കിട്ടുള്ളൂ. ഫസ്റ്റ് കാര്യം പറയാ, ഇത് ഞാനിപ്പോ ക്വസ്റ്റ്യൻ ആയിട്ടല്ല എഴുതിയിട്ടുള്ളത്. ഞാൻ ഇതിനകത്ത് ഇപ്പൊ നമ്മൾ ചോദിക്കുന്നതാണ് എ ബി സി എന്നുള്ളതിന് 3 ആംഗിൾ കണ്ടുപിടിക്കണം, ഒ ബി സി എന്നുള്ളതിന് 3 ആംഗിൾ കണ്ടുപിടിക്കണം. അപ്പൊ അടുക്ക് മൊത്തം എത്രയാണ്? അടുക്കത്തെ ആംഗിൾ ആദ്യം നോക്കിയത്. അടുക്ക് മൊത്തം വരുന്നത് ഇവിടെ 40 ഡിഗ്രി, ഇവിടെ 70 ഡിഗ്രി അല്ലെ. ഇത് 70, ഇവിടെ 40 ട്ടാ, 40. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു കാര്യം പറയാം. ഫസ്റ്റ് കാര്യം ഇതാണ്, ഈ ആംഗിൾ എത്ര ഡിഗ്രി ആണ് വരാം? ഈ ആംഗിൾ ഞാനിപ്പോ ഈ മാർക്ക് ചെയ്തിട്ടുള്ള ഈ ആംഗിൾ എത്ര ഡിഗ്രി വരും എന്ന് പറയാൻ പറ്റുമോ? ഒന്ന് ആലോചിച്ചാൽ കിട്ടും കേട്ടാ. എങ്ങനെയാണ് കൺസെപ്റ്റ്? ഒരു സർക്കിളിന്റെ സെന്ററിൽ ഉണ്ടാക്കണത് 40 ആണെന്ന് വിചാരിക്കും. ഇങ്ങനെ പോയിട്ട് ഉണ്ടാക്കണത് ഈ ആംഗിൾ എത്രയായിരിക്കും? 20 ആയിരിക്കില്ലേ? ഇതിന്റെ പകുതിയല്ലേ ഇവിടെ ഉണ്ടാക്കുള്ളൂ അല്ലെ. സെന്ററിൽ ഉണ്ടാക്കണതിന്റെ പകുതിയല്ലേ ഓൾട്ടർനേറ്റീവ് ആർക്കില്. ഈ ബാക്കിയുള്ള ഭാഗത്ത് എവിടെ ഉണ്ടാക്കിയാലും ഇതിന്റെ പകുതി ആയിരിക്കും. നേരെ ഇരിക്കുമ്പോ 40 എഴുതി വെക്കരുത് എടാ. അപ്പൊ നോക്കി, ഇവിടെന്നും ഞാൻ വരയ്ക്കണം, ശ്രദ്ധിച്ചു നോക്കാം. ഇവിടെന്നും സെന്ററിൽ ഉണ്ടാക്കണ ആംഗിൾ ആണ് 40. ഇവിടെ തന്നെ നോക്കി, മുകളിൽ ഉണ്ടാക്കണ ആംഗിൾ പോകണുണ്ടോ? ഒരു വര, ഇങ്ങനെ ഒരു വര പോകണുണ്ടോ? ഈ ആംഗിൾ എത്രയായിരിക്കും? അടുക്കളന്റെ പകുതി ആയിരിക്കും. എത്രയായിരിക്കും? 20 ആയിരിക്കും. ഓക്കെ ആണോ? സെന്ററിൽ ഉണ്ടാക്കണതിന്റെ പകുതി ആയിരിക്കും ഇവിടെ ഉണ്ടാക്കണത്. കിട്ടിയാ? ഇതല്ലേ ഈ കൺസെപ്റ്റ് അല്ലേ ആ വരച്ചിട്ടുള്ളത്? അത് കാണാൻ പറ്റണം, കാണാൻ പറ്റിയാൽ മാത്രമേ മാർക്ക് കിട്ടുള്ളൂ. ഓക്കെ, ഇനി ഇപ്പുറത്ത് നോക്കാം. ഇപ്പുറത്ത് നോക്കാണ്, ഇവിടെ 70 ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നോക്കി, ഈ അടയാളപ്പെടുത്തുന്ന ആംഗിൾ ഇട്ടാ, ഇത് എത്രയാണെന്ന് പറയാൻ പറ്റുമോ? ഈ ആംഗിൾ ഞാനിപ്പോ അടയാളപ്പെടുത്തിയിട്ടുള്ളത്, ഞാനിപ്പോ റെഡ് ഡോൺ അടയാളപ്പെടുത്താം. റെഡ് ഡോൺ അടയാളപ്പെടുത്തിയിട്ടുള്ള ഈ ആംഗിൾ പറയാൻ പറ്റുമോ? നല്ലോണം നോക്കിയാ പറയാൻ പറ്റും. നോക്ക്, ശരിക്കും നോക്കി. ഇവിടെന്നും സെന്ററിൽ ഉണ്ടാക്കണത് 70 ആണ് അല്ലെ. ഈ 2 പോയിന്റിൽ നിന്ന് സെന്ററിലേക്ക് ഉള്ളത് 70 ആണ്. അങ്ങനെയാണെങ്കിൽ ഈ 2 പോയിന്റിൽ നിന്നും ഇതിങ്ങനെ അത് കണ്ട, ഒരു വര ഇങ്ങോട്ട് പോണ്, ഒരു വര ഇങ്ങോട്ട് പോണ്. ഇത് തമ്മിൽ ഉണ്ടാക്കണ എത്രയായിരിക്കും? 70ന്റെ പകുതി എത്രയാണ്? 35 ആണ്. കണ്ടാ നോക്കി, മുകളിൽ ഉണ്ടാക്കണേ അതിന്റെ പകുതിയാണ് ഉണ്ടാക്കുക. അല്ലാതെ ഇത് 70 ആവുമ്പോ ഇത് 70 ആവൂല, ഇതിന്റെ പകുതിയാണ് ഇവിടെ ഉണ്ടാക്കണ ആംഗിൾ. അപ്പൊ ഇത് 70, ഇത് 35. അപ്പൊ നമുക്ക് എ ബി സിയിലെ 3 ആംഗിൾ കാല, ഒരെണ്ണം 35, ഒരെണ്ണം 20. അപ്പൊ കൂട്ടിയപ്പോ 55 ആയല്ലേ. 180 55 കുറച്ചാൽ എത്ര കിട്ടും? ഈ ആംഗിൾ കിട്ടും. ഈ ആംഗിൾ എത്രയാണ് കുറയ്ക്കുമ്പോ കിട്ടാ? 125 ആണ് കിട്ടാ, കുറച്ച് നോക്കിയാല് കേട്ടാ. മൊത്തം 180. ഈ മോളിത്തെ ഇതും ഇപ്പുറത്തെ മോളിത്തെ ഇതും കണ്ടുപിടിക്കാല. കാരണം ഈ മൊത്തം എത്രയാണത്? 110 ആണ് അല്ലെ. 70, 40 കൂടി കൂട്ടിയപ്പോ 110. ഈ ട്രയാംഗിൾ ഐസോസിലസ് ട്രയാംഗിൾ ആണ്. 2 ആംഗിൾ സെയിം ആയിരിക്കും. 180 ആ 110 കുറയ്ക്കുക, ബാക്കി പകുതിയാക്കുക. എത്രയാണ്? 70 ആയി. 70ന്റെ പകുതി എത്രയാണ്? 35 ഡിഗ്രി. അതായത് ഈ ആംഗിൾ 35, ഇവിടുത്തെ ആംഗിൾ 35. അങ്ങനല്ലേ ആകെ 180 ആവുള്ളൂ ഈ ട്രയാംഗിൾ എടുക്കുകയാണെങ്കിൽ കേട്ടോ. അപ്പൊ ആവശ്യമുള്ള സിറ്റുവേഷനിൽ ആവശ്യമുള്ള ട്രയാംഗിൾ എടുത്ത് വേണം ചെയ്യാൻ. ഓക്കെ, അപ്പൊ 70 ആണെങ്കിൽ ഇത് 35 കിട്ടിയത് മനസ്സിലാവണം. ഇവിടെ 40 ആണെങ്കിൽ ഇതിന്റെ പകുതി ഇവിടെ കിട്ടിയത് മനസ്സിലാവണം കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി, കുറച്ച് വലിയ ക്വസ്റ്റ്യൻ ആണ്, ശരിക്കും അയച്ചെടുക്കണം കേട്ടോ. ഇൻ കോട്ടിലാഡറിൽ എ ബി സി ഡി എന്നുള്ള കോട്ടിലാഡറില് ആംഗിൾ എ 95 ഡിഗ്രി, ആംഗിൾ ബി 100 ഡിഗ്രി. നോക്കി ഇവിടെ കാണാനോ, ആംഗിൾ ബി 100 ഉണ്ട്, ആംഗിൾ എ 95 ഉണ്ട്, ആംഗിൾ സി 90 ഉണ്ട്. 3 ആംഗിൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ, ഫൈൻഡ് ദി മെഷർ ഓഫ് ആംഗിൾ ഡി. എ ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് ദി മെഷർ ഓഫ് ആംഗിൾ ഡി. ആംഗിൾ ഡി എത്രയാണെന്ന് കണ്ടുപിടിക്കണം. എ ക്വസ്റ്റ്യൻ. അപ്പൊ എ ക്വസ്റ്റ്യൻ അതിന്റെ ആൻസർ എഴുതണം. ആംഗിൾ ഡി കിട്ടാൻ എന്ത് ചെയ്യണം? ആകെ ഒരു കോട്ടിലാഡറിൽ ഉണ്ടെങ്കിൽ മൊത്തം 360 ഡിഗ്രിയാണ്. ഓക്കെ അല്ലേ? മൊത്തം 360 ഡിഗ്രിയാണ്. അതിലെന്തൊക്കെ അറിയാ? 3 എണ്ണം അറിയാ. 3 കൂടിയും കൂട്ടാ. അതായത് 90 അറിയാ, 100 അറിയാ, 95 അറിയാ. ഓക്കെ ആണോ? 3 കൂടിയും കൂട്ടിയിട്ട് 360 കുറച്ചാ മതി. ഓക്കെ ആണോ? 3 കൂടി കൂട്ടുമ്പോ എത്ര വരും? 360 മൈനസ് ഇത് എത്ര വരാ? 9 9 18. 18 100 285 വരും. 285 360 നമുക്ക് കുറയ്ക്കണം കേട്ടാ. 85 കുറയ്ക്കാം. എത്ര വരാ? ഒന്ന് ഇവിടെ കണം കൊടുത്തപ്പോ എത്ര വരും? ഇവിടെ 10 ആയി, ഇവിടെ 5 ആയി.
ഓക്കെ, ഇവിടെ നിന്ന് 10 ആവാൻ 5, 8 15 ആവാനായിട്ട് 7, ഇവിടെ നിന്ന് ഒന്നാട് കൊടുത്തിട്ടുണ്ട് അല്ലെ, 15 ആയിട്ട് അല്ലെ, 75 വരാ, 75 ഡിഗ്രി. ഒരു മാർക്കാണ് കിട്ടിയിട്ടാ. ഒരു ക്വാഡ്രിലാറ്ററിന്റെ ഉള്ളില് 4 സൈഡുള്ള ഷേപ്പിന്റെ ഉള്ളില് എല്ലാ ആംഗിളും കൂടിയും കൂട്ടിയാ 360 ആണ്. അപ്പൊ അതിനന്നത് കുറച്ച്, അപ്പൊ നമുക്ക് എത്ര കിട്ടി? ഈ മുകളിലെ ആംഗിൾ 75 ഡിഗ്രി കിട്ടി. 75 ഡിഗ്രി ട്ടാ. ഓക്കെ, ഞാൻ എടുക്കട്ടെ. ഈ ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് വി ഡ്രോ എ സർക്കിൾ വിത്ത് ദി BD as diameter, then check whether the vertices A and C are outside or inside the circle. അർത്ഥം മനസ്സിലായ? ഇത് ഈ ചോദ്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ, ഇത് നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ മുന്നത്തെ സിലബസിൽ പറഞ്ഞ ഒരു ക്വസ്റ്റ്യൻ ആണ്. തൽക്കാലം അവിടെ കേട്ടെ, നമുക്ക് അത് എടുക്കാം. ഞാനത് ക്ലാസ്സിലായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് എടുത്തരാം. എടാ, ഡയമീറ്റർ വരച്ചിട്ടുണ്ടെങ്കിൽ ഡയമീറ്റർ ഇങ്ങനെ ഒരു സർക്കിൾ വരച്ചാൽ അത് എവിടെ ഇരിക്കുന്നത് ചോദിച്ചിട്ടുള്ളത്. അതല്ല നമ്മൾ പഠിച്ചത്. പക്ഷേ നമുക്കുള്ളത് ഇത് ചെയ്യാം. സി ക്വസ്റ്റ്യൻ ഇതാണ് നമ്മളിപ്പോ ഈ സിലബസ് ആയിട്ട് ബന്ധപ്പെട്ട് വരണം കേട്ടോ. ഇത് ഔട്ട് ഓഫ് സിലബസ് ആണെന്ന് പറയാം, പക്ഷെ ചോദിക്കണമെങ്കിൽ ചോദിക്കാം. അത് നമുക്ക് എടുത്തരാം, കൈയോടെ എടുത്തരാം കേട്ടോ. പിന്നെ ഒരു ടൈം കിട്ടുമ്പോൾ നമുക്ക് റിവിഷനിക്ക് പോകുമ്പോൾ എടുത്തരാം. ക്ലാസ്സിൽ എടുക്കണമെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ. അപ്പൊ നമുക്ക് ഇപ്പൊ നോക്കാം. എന്താണ്? ഇഫ് എ സർക്കിൾ ഈസ് ഡ്രോൺ ത്രൂ ദി പോയിന്റ് എ, ബി ആൻഡ് സി, where would be the point D with respect to that circle? അർത്ഥം മനസ്സിലായ? If a circle is drawn through the point A, B and C, A കൂടെയും B കൂടെയും C കൂടെയും പാസ് ചെയ്യുന്ന ഒരു വട്ടം വരച്ചാലേ D എന്ന് പറഞ്ഞ പോയിന്റ് ആ വട്ടത്തിൽ എവിടെ ഇരിക്കുന്നു? അകത്താണോ പുറത്താണോ? ഓൺ ദി സർക്കിൾ ആണോ? ഇൻസൈഡ് ആണോ ഔട്ട്സൈഡ് ആണോ? ഓൺ ദി സർക്കിൾ ആണോ? അതാണ് ചോദ്യത്തിന്റെ അർത്ഥം. നോക്കട്ടെ, അർത്ഥം ശരിക്കും അയച്ചു നോക്കണം. ഇതെടുക്കട്ടെ, ഇതാണ് പറഞ്ഞത്. ഇഫ് എ സർക്കിൾ ഈസ് ഡ്രോൺ ത്രൂ ദി പോയിന്റ് എ, ബി ആൻഡ് സി, എ കൂടെയും ബി കൂടെയും സി കൂടെയും കടന്നു പോണ വട്ടം വരച്ചാൽ, എ കൂടെയും ബി കൂടെയും സി കൂടെയും പോണ വട്ടം വരച്ചാൽ ഡി എവിടെ ഇരിക്കുന്നു? അടാ, ഇതെങ്ങനെയാണ് ചോദ്യം വരാ? അർത്ഥം മനസ്സിലാക്കിയിട്ട് തന്നെ എടുക്കാൻ പറ്റണം. അപ്പൊ ഇവിടെ ഇരിക്കും ഡി എന്ന് പറഞ്ഞ പോയിന്റ്. എവിടെ ഇരിക്കും? ഇത് 3 കൂടെ അല്ലേ ഈ വട്ടം പോവാ. ഇതെവിടെ ഇരിക്കും? അതായത് നമ്മൾ പഠിച്ചിട്ടില്ലേ, ഒരു സർക്കിളില ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾ കൂട്ടിയാല് 180 കുറവാണെങ്കിൽ പോയിന്റ് ഔട്ട് സൈഡ് സർക്കിൾ ആയിരിക്കും അല്ലെ. ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾ കൂട്ടി നോക്കാം. 75 100 കൂടി കൂട്ടിയാൽ 175 ആണ്. അതായത് 180 കുറവാണ് ഇങ്ങോട്ട് ഇരിക്കും ഔട്ട് സൈഡ്. ഡി ഈസ് ഔട്ട് സൈഡ് ദി സർക്കിൾ ആയിരിക്കും. ഇടാ, ഓപ്പോസിറ്റ് ഉള്ളത് കൂട്ടി നോക്കി, അപ്പൊ 180 കുറവ്, അതുകൊണ്ട് ഡി ഔട്ട് സൈഡ് സർക്കിൾ. ഓക്കെ ആണോ? അത്രയാണ് പറയാം. ക്ലിയർ ആണല്ല? ക്ലിയർ ആണെന്ന് വിചാരിക്കണം കേട്ടാ. അടുത്തേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. ഇമ്പോർട്ടന്റ് ആണ്, ശരിക്കും നോക്കാം കേട്ടാ. ഇമ്പോർട്ടന്റ് ആണ്, ശരിക്കും നോക്കാം. ഇത് 130 അല്ല 30 ഡിഗ്രി. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ഫൈൻഡ് ഓൾ ദി മെഷേഴ്സ് ഓഫ് ക്വാഡ്രിലാറ്ററൽ ABCD. ABCD എന്നുള്ള ക്വാഡ്രിലാറ്ററിന്റെ എല്ലാ ആംഗിളും കണ്ടുപിടിക്കണം. ഓക്കെ, ABCD എല്ലാ ആംഗിളും കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ഫസ്റ്റ് ഞാനൊരു കാര്യം പറയട്ടെ. ഇങ്ങോട്ട് നോക്കി, ഒരു സർക്കിളിൽ നമ്മൾ പഠിച്ച കൺസെപ്റ്റ് ആണ്. ഒരു കോഡ് വരച്ചേക്കണം. അപ്പൊ 2 സെഗ്മെന്റ് ആയല്ലേ. മുകളിൽ ഉണ്ടാക്കണ ഇവിടെ ഉണ്ടാക്കണ ആംഗിൾ എക്സ് ആണെങ്കിൽ ഇവിടെ നിന്നും തന്നെ സ്റ്റാർട്ട് ചെയ്ത് ഇപ്പുറം ഉണ്ടാക്കണ എന്തായിരിക്കും? എക്സ് ആയിരിക്കും. ഈ കൺസെപ്റ്റ് ഓർമ്മയുണ്ടല്ല? ഒരേ സ്ഥലത്ത് ഉണ്ടാക്കണ ആംഗിൾ ഒക്കെ സെയിം ആയിരിക്കും. സെന്ററിലുള്ളതിന്റെ പകുതി ആയിരിക്കും ഇതൊക്കെ. ഇതൊക്കെ സെയിം ആയിരിക്കും. ഓക്കെ, ഈ പടം അങ്ങനത്തെ ഒരു പടമാണ്. നമ്മളിപ്പോ ആദ്യം തന്നെ ഞാൻ പറയട്ടെ, ഇവിടെ 45 ഡിഗ്രി അടയാളപ്പെടുത്തിയിട്ടില്ലേ? അപ്പൊ എങ്ങനെയാണെങ്കിൽ നോക്കി, ബിയും സിയും എന്ന് പറഞ്ഞിട്ടുള്ള കോഡ് മുകളിൽ ഉണ്ടാക്കണ ആംഗിൾ ആണ് 45. അങ്ങനെയാണെങ്കിൽ ബിയും ഒന്നും സിയും ഒന്നും വേറെ ഒരെണ്ണം പോണണ്ട. ഇങ്ങോട്ട് പോണ്ട് ഈ ആംഗിൾ എത്രയായിരിക്കും? ഇത് 45 ആയിരിക്കും. കണ്ടാ, ഇത് തന്നെയല്ലേ ഈ പടം വരച്ചിട്ടുള്ളത്. മുകളിൽ ഉണ്ടാക്കണം, ഇവിടെ മുകളിൽ ഉണ്ടാക്കണം. ഒരേ സ്ഥലത്ത് ഉണ്ടാക്കണ ആംഗിൾ സെയിം ആയിരിക്കും. ഓക്കെ ആണോ? കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ട്. ഇപ്പൊ കുറച്ച് ദിവസം കിട്ടിയില്ലേ? ഈ ആംഗിൾ തന്നെ ആയിരിക്കും ഈ ആംഗിൾ. ഇതേ വരച്ചേക്കണം നോക്ക്. ബ്ലൂ ഇങ്ങോട്ട് പോയിട്ട് ഇവിടെ ഉണ്ടാക്കണം, ഇവിടെ ഇങ്ങോട്ട് പോയിട്ട് ഇങ്ങനെ ഉണ്ടാക്കണം. കണ്ടാ, 2 ആംഗിളും സെയിം ആയിരിക്കും. കണ്ടാ മനസ്സിലാക്കാൻ പറ്റണം. നമ്മൾ പഠിച്ച സാധനമാണ്, പക്ഷെ അത് കണ്ടാ മനസ്സിലാക്കാൻ പറ്റണം. ഇതും സെയിം. അടുത്ത് പറയാം. അങ്ങനെയാണെങ്കിൽ ഇവിടെ 30 ഡിഗ്രി ഒരെണ്ണം അടയാളപ്പെടുത്തിയിട്ടുണ്ട്. 30 ഡിഗ്രിക്ക് സെയിം ഉള്ള ഒരെണ്ണം പറയാൻ പറ്റുമോ? നോക്കാം. ഇവിടെ ഒന്ന് നോക്കാം, ഇപ്പുറത്തെ സൈഡിൽ നോക്കാം. സിയും ഡിയും എന്ന് പറഞ്ഞിട്ടുള്ള കോഡ് മുകളിൽ ഉണ്ടാക്കണ ആംഗിൾ ആണ് 30 ഡിഗ്രി. ഇത് എവിടെ ഉണ്ടാക്കണല്ലേ? 30. ഇവിടെ 30. ഓക്കെ, അങ്ങനെയാണെങ്കിൽ സിയും ഒന്നും ഡിയും ഒന്നും തന്നെ ഇടയ്ക്കുകൊണ്ട് വേറെ മുകളിലേക്ക് ഉണ്ടാക്കണ്ട. ദി ആംഗിൾ എത്രയായിരിക്കും? ഇത് 30 ആയിരിക്കും. കാരണം നോക്കിയാൽ ഒരേ സ്ഥലത്ത് നിന്ന് ഉണ്ടാക്കണ ആംഗിൾ സെയിം ആയിരിക്കും അല്ലെ. ഇവിടെ നിന്ന് ഈ സൈഡിൽ നോക്കിയാൽ മനസ്സിലാവും കേട്ടോ. നിങ്ങൾ വേണമെങ്കിൽ ഫോൺ ചെരിച്ച് വെച്ചൊക്കെ പോയിക്കോ. ഇങ്ങനെ പോയിട്ടുണ്ടാക്കണത് 2 സെയിം ആയിരിക്കും. ഓക്കെ ആണോ? കിട്ടിയല്ലേ? ഇനി അടുത്ത് പറയാം. അടുത്ത് നോക്കി, അടുത്ത ആംഗിൾ ഇവിടെ ഓൾറെഡി ഒരു 50 അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ ഒരു 50 അടയാളപ്പെടുത്തിയിട്ടുണ്ട്. 50 അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഈ 50 സെയിം വരാനുള്ളതാണ് വരാ. മുകളിൽ നോക്കണം. ഇവിടെ നിന്ന് നോക്കണം. ഇവിടെ നിന്ന് നോട്ടം വരണം. എയും ബി എന്ന് പറഞ്ഞുള്ള കോഡ്, എ ബി എന്നുള്ള കോഡ് ഇവിടെ ഉണ്ടാക്കണ ആംഗിൾ ആണ് 50. എ ബി എന്ന് വേറെ എവിടേക്കെങ്കിലും പോണ്ട വരാ. ദേ പോണൊരു വരാ. ഇതേ ആംഗിൾ എത്രയായിരിക്കും? ഇത് 50 ആയിരിക്കും. ഓക്കെ ആണോ?
ഇവിടെ 50 ആണെങ്കിൽ ഇത് 50 ആയിരിക്കും. ഓക്കെ, അപ്പൊ അതായത് ഒരേ സെഗ്മെന്റിലുള്ള ആംഗിൾ സെയിം, അല്ലെങ്കിൽ ഒരു കോഡിന്റെ രണ്ടറ്റത്തുനിന്ന് ഉണ്ടാക്കുന്ന ആംഗിളൊക്കെ എന്തായിരിക്കും, മുകളിൽ ഉണ്ടാക്കുന്ന ആംഗിളൊക്കെ സെയിം ആയിരിക്കും. ഓക്കെ ആണോ? ഇത് 50 ആണെങ്കിൽ ഇത് 50 കിട്ടിയാലോ? ഇനി ഒരു കാര്യം പറയട്ടെ, മൊത്തം ഈ കോഡിലാടറിന്റെ ആംഗിൾ കണ്ടുപിടിക്കാനല്ലേ ചോദിച്ചിട്ടുള്ളത്. അപ്പൊ എന്താ ചെയ്യാ, നമ്മള് മൊത്തം കോഡിലാടറിന്റെ നോക്കിയേ, മുകളിൽ ഇത് മൊത്തം എത്ര കിട്ടി, 45 30 കൂടി കൂട്ടിയപ്പോ 75 കിട്ടിയില്ലേ. അപ്പൊ ഇത് മൊത്തം എത്ര ഉണ്ടാവും, ഇത് മൊത്തമാണ് ചോദിച്ചിട്ടുള്ളത് ആംഗിൾ സി. അപ്പൊ വേണമെങ്കിൽ എഴുതാം ആംഗിൾ എ ഈക്വൽ ടു 45 + 30 ഈക്വൽ ടു 75 ഡിഗ്രി. ബി ആംഗിൾ സി എത്ര ആയിരിക്കും, അപ്പൊ മുകളിൽ മൊത്തം 75 അല്ലേ, അപ്പൊ അടിയിൽ മൊത്തം എത്ര ഉണ്ടാവും, രണ്ടും കൂടിയും കൂട്ടിയാ 180 ആവണം. 180 75 കുറച്ച് കളഞ്ഞ് അല്ലെ, നടുക്കത്തെ പറയാനൊന്നും മൈൻഡ് ചെയ്യണ്ട. 4 സൈഡ് ഉണ്ടെങ്കിൽ കോഡിലാഡറിലാണ് നമുക്കറിയാം. കോഡിലാഡറിന്റെ സൈക്ലിക് കോഡിലാഡറാണ് 4 ഇതിൽ കൂടെ വട്ടം വരച്ചാൽ ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾ കൂട്ടിയാൽ 180 ആവും. അപ്പൊ ഇവിടെ 75 പോയാൽ എത്ര ഉണ്ടാവും, 180 - 75 എത്രയായിട്ടാ, 105 ഡിഗ്രി. ആംഗിൾ സി 105. ഇത് മൊത്തോട്ടാ, ഇത് 50 ഉണ്ട്, അത് നമുക്ക് പറയണ്ട, നമ്മുടെ അടുത്ത് മൊത്തം അല്ലേ വെച്ചിട്ടുള്ളത്, 105 കിട്ടി. ഓക്കെ ആണോ? അതിങ്ങനെ അതുപോലെ തന്നെ എങ്ങനെയാണെങ്കിൽ ഇത് മൊത്തം നമുക്ക് 95 അറിയാം അല്ലെ, 50 45 കൂടി കൂട്ടിയപ്പോ ആംഗിൾ ഡി ഈക്വൽ ടു 95 ഡിഗ്രി അറിയാം. അങ്ങനെയാണെങ്കിൽ ആംഗിൾ ബി എത്രയായിരിക്കും, ആംഗിൾ ബി ഇത് മൊത്തം എത്രയായിരിക്കും, ഇവിടെ മൊത്തം 95 ആണല്ലോ. ഈ വരകളൊന്നും മൈൻഡ് ചെയ്യാതെ നോക്കിയേ, ഓപ്പോസിറ്റ് ആംഗിൾ കൂട്ടിയാൽ 180 ആവണ്ടേ. 180 95 കുറയ്ക്കാം, 180 - 95 എത്ര വരാ, 85 ഡിഗ്രി വരും. ഓക്കെ ആണോ? 85 വരും കേട്ടാ. അപ്പൊ 4 ആംഗിളും കിട്ടി. ഒരേ സ്ഥലത്ത് ഉണ്ടാക്കുന്ന ആംഗിളുകൾ സെയിം ആണ്. ഈ കൺസെപ്റ്റ് പഠിക്കണം. ഇത് നോക്കിയിട്ടുണ്ടെങ്കിൽ കണ്ടാൽ മനസ്സിലാവാനും പറ്റണം കേട്ടാ. ഓക്കെ, അടുത്തേക്ക് പോവാം. അടുത്ത ചോദ്യം നോക്കി, ആ ചോദ്യത്തിന് തന്നെ വരച്ചിട്ടുള്ളത്. ഓക്കെ, നോക്കി അടുത്ത് നോക്കി. ഇൻ ദ ഫിഗർ O is the center of the circle. ഓക്കെ ആണോ? ഈ പടത്തിലേക്ക് നോക്കണം. ഈ ചോദ്യം ഇമ്പോർട്ടന്റ് ആണ്, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇല്ല, പക്ഷെ ഇത് ക്വസ്റ്റ്യൻ പേപ്പറിൽ പല രീതി വരാറുണ്ട്. ഓക്കെ, ഇതുപോലെ മാത്രമല്ല പല രീതി വരാറുണ്ട്. ഞാൻ എപ്പോഴും പറയാൻ പോണത്, ഇൻ ദ ഫിഗർ O is the center of the circle. Prove that x + y = 90 ഡിഗ്രി. എക്സും വൈയും കൂടിയും കൂട്ടിയാൽ ഈ ആംഗിളും ഇതിന് മുകളിലുള്ള ആംഗിളും, ഇതാണ് എക്സ് ഇതാണ് വൈ, തമ്മിൽ കൂട്ടിയാൽ എന്തായിരിക്കണം, 90 ഡിഗ്രി ആണെന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ, അപ്പൊ നമുക്ക് പ്രൂവ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ് ഇതാണ്, നോക്കിക്കോട്ടാ, സിമ്പിൾ ആണ് സ്റ്റെപ്പ്, നോക്കിക്കോട്ടാ. ആദ്യം പറയാം, ഇവിടെ എക്സ് ആണെങ്കിൽ ഇത് ഇവിടത്തെ ആംഗിൾ എത്രയാണെന്ന് പറയാൻ പറ്റുമോ? ഇത് എക്സ് ആണെങ്കിൽ ഈ ആംഗിള്, ഈ ട്രയാംഗിളിന് വല്ല പ്രത്യേകത, OBC എന്നുള്ള ട്രയാംഗിൾ ഇത് റേഡിയസ് ആണ്, ഇത് റേഡിയസ് ആണ്, രണ്ട് സൈഡ് ഈക്വൽ ആണ്, ഇതിന്റെ ഓപ്പോസിറ്റ് ഉള്ള ആംഗിളും ഇതിന്റെ ഓപ്പോസിറ്റ് ഉള്ള ആംഗിളും ഈക്വൽ ആയിരിക്കും. ഓക്കെ ആണോ? അപ്പൊ ഇവിടെ എക്സ് ആണെങ്കിൽ ഇത് എത്രയായിരിക്കും, ഇതും എക്സ് ആയിരിക്കും അല്ലെ, ആണോ? എക്സ് ആണ്, സെയിം അല്ലേ വരാ, അതവിടെ ഇരിക്കട്ടെ. ഈ മുകളിൽ വൈ ആണെങ്കിൽ നടുക്കത്തെ ആംഗിൾ പറയാൻ പറ്റുമോ? മുകളിൽ വൈ ആണെങ്കിൽ നടുക്കത്തെ ആംഗിൾ, മുകളിൽ വൈ ആണെങ്കിൽ നടുക്കത്തെ അതിന്റെ ഇരട്ടി അല്ലേ, 2y ആണ്. നമുക്കപ്പൊ ഇങ്ങനെ എഴുതാ, ഇതൊരു വഴിയാണ്ട, വേറെ വഴികൾ കുറെ ഉണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ ഞാൻ ഒരു വഴി പറയാനുള്ളൂ, മുകളിൽ വൈ ആണെങ്കിൽ നടുക്കിട്ട് പോയി, ഇത് എക്സ് ആണെങ്കിൽ ഇത് എക്സ്. ഇനി ട്രയാംഗിളിൽ ആകെ, ഒരു ട്രയാംഗിളിന്റെ ഉള്ളിൽ ആകെ ആംഗിൾ എത്രയാണ്, കൂട്ടിയാൽ എല്ലാം കൂടി കൂട്ടിയാൽ എത്രയാണ്, സം ഓഫ് ഇന്നർ ആംഗിൾ 180 ആണ്. അപ്പൊ ഒക്കെ കൂടി കൂട്ടിയാണ്, ഇവിടത്തെ എക്സും dxഉം ഈ മുകളിലുള്ള 2y കൂടിയും കൂട്ടിയാണ്. ഓക്കെ, കൂട്ടി നോക്കുമ്പോ എന്താ പറയാ, എക്സും എക്സും കൂട്ടിയപ്പോ 2x, അല്ല കൂട്ടിയാൽ 180 ആണെന്ന് അറിയാം അല്ലെ. എക്സും എക്സും 2x ആണ്, പ്ലസ് 2y = 180. ഓക്കെ, പ്രൂവ് ചെയ്യേണ്ടതാണ്, ഇതല്ലേ പ്രൂവ് ചെയ്യേണ്ടത്. ഇതിലേക്ക് എത്തിക്കാൻ പറ്റുമോ നോക്കാം. ഇവിടെ കോമൺ ആയിട്ട് 2 ഉണ്ട്, പുറത്തേക്ക് എടുത്ത് 2 × ഇങ്ങനെയാണ് പുറത്തേക്ക് എടുക്കാട്ടോ. ഇവിടെ നിന്നും 2y, ഇവിടെ നിന്നും 2y, 2 പുറത്തേക്ക് എടുത്താൽ എന്താണ്, ഇവിടെ x ഉണ്ട്, പ്ലസ് ഇവിടെ നിന്ന് 2y, ബാക്കി ഇവിടെ y ഉണ്ട്, = 180. കണ്ടാ, ഇങ്ങനെയാണ് പുറത്തേക്ക് എടുക്കാം. ഇത് തിരിച്ച് ഗുണിക്കുമ്പോൾ ഇത് കിട്ടാൻ വേണോട്ടാ. 2 കൊണ്ട് ഇങ്ങനെ ഗുണിക്കും 2x കിട്ടും, 2 കൊണ്ട് ഇങ്ങനെ വിളിച്ചാൽ 2y കിട്ടും. കണ്ടാ, ഇത് തിരിച്ചു കിട്ടൂലേ. അപ്പൊ പുറത്തേക്ക് എടുക്കാൻ അറിയണം, കിട്ടി. ഇനി 2 × ഉള്ളതല്ലേ, അപ്പുറം പോയപ്പോ ഡിവിഷനായി. ഇവിടെ x + y മാത്രം ഇവിടെ നിൽക്കട്ടെ, 180/2y, 2 അപ്പുറം പോയപ്പോ ഡിവിഷനായി. അപ്പൊ x + y = 90. ഓക്കെ ആണോ? പ്രൂവ് ആയി. ഇതാണ് ഇതിന്റെ പ്രൂവ് ദാറ്റ്. സിമ്പിൾ ആണ്. ഇത് x ഇത് y ആണെങ്കിൽ ഇത് നടക്കുന്നത് 2y എടുക്കാം, 2 അപ്പുറം കൊണ്ടുപോകുമ്പോ x + y = 90 കിട്ടി. കണ്ടാ, ഓക്കെ ആണോ? നമ്മളത് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ചെയ്യാത്ത ക്ലാസ് ഉണ്ടെങ്കിൽ അത് നോക്കിയിട്ട് പഠിക്കണം കേട്ടോ. സിമ്പിൾ പ്രൂഫ് ആണ്, ചോദിക്കാറുണ്ട്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി, ഇത് ചോദ്യം വായിച്ചു നോക്കാം. ഇൻ ദ ഫിഗർ ലൈൻസ് AB ആൻഡ് DC ആർ പാരലൽ, AD = BC. ABയും DCയും പാരലൽ ആണ്, രണ്ട് വരകൾ പാരലൽ ആണ്. ഇതും ഇതും ഈക്വൽ ആണ്. കണ്ടാ, AD = BC, ഈ രണ്ട് സൈഡ് ഈക്വൽ ആണ്. രണ്ട് സൈഡ് പാരലൽ, പാരലൽ അല്ലാത്ത സൈഡ് ഈക്വൽ. അപ്പൊ ഈ ഷേപ്പിന് ഒരു പേരുണ്ടായി, നമ്മൾ പറഞ്ഞ പേര് ഓർമ്മയുണ്ടാ, ഐസോസിലസ് ട്രപ്പീസിയം. ഓക്കെ ആണ്, അതിന്റെ പേര് ഓർമ്മയുണ്ടാവണം, ഐസോസിലസ്, ഐസോസിലസ് ട്രപ്പീസിയം. ഓക്കെ,
ഇതാണ് ആ സാധനം. ഓക്കെ, രണ്ട് സൈഡ് ഈക്വൽ, ഈക്വൽ അല്ലാത്ത സൈഡ് പാരലൽ. അപ്പൊ എന്താണ് ചോദിച്ചിട്ടുള്ളത്? ആദ്യം ആംഗിൾ 70 ഡിഗ്രി എന്നിട്ടുണ്ട്. വാട്ട് ഈസ് ദി മെഷർ ഓഫ് ആംഗിൾ ബി ആൻഡ് ആംഗിൾ ഡി? ആംഗിൾ ബി എത്രയായിരിക്കും? ഐസോസിലിസ് ട്രപ്പീസിയത്തിന്റെ പ്രത്യേകതകൾ പറഞ്ഞപ്പോൾ ഉണ്ടായിരുന്നു. അടിഭാഗത്തെ ആംഗിൾ സെയിം ആയിരിക്കും. ആംഗിൾ ബി ഈക്വൽ ടു എന്തായിരിക്കും? 70. സെയിം ആണ്, ബേസ് ആംഗിൾസ് സെയിം ആയിരിക്കും. ഇനി അടുത്തത് ആംഗിൾ ഡി എത്രയായിരിക്കും? ആംഗിൾ ഡി എന്ന് പറഞ്ഞാൽ ഇത് ഈ മുകളിലത്തെ ആംഗിൾ അല്ലേ, ഇത് എത്രയായിരിക്കും? ഈ ആംഗിളും അടിയത്തെ ആംഗിളും കൂട്ടിയാ 180 ആയിരിക്കും കിട്ടാ. രണ്ട് പാരലൽ ലൈനാ, ഒരു വര കട്ട് ചെയ്താലുണ്ടാവണം അകത്തുണ്ടാവുന്ന രണ്ട് ആംഗിൾ, കോ ഇന്റീരിയർ ആംഗിൾ എന്നൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലെ. ഇതും ഇതും കൂടി കൂട്ടിയാൽ 180 ആയിരിക്കും കിട്ടാം. ഓക്കെ ആണോ? അപ്പൊ ഒരു കാര്യം പറയാ, ദേ ഇതാണ് പാരലൽ ലൈൻ, ഇതാണ് പാരലൽ ലൈൻ, ഒരു വര ഇങ്ങനെ കട്ട് ചെയ്യുന്നത് കണ്ടോ. അപ്പൊ മുകളിലെ ആംഗിളും താഴത്തെ ആംഗിളും കൂടി കൂട്ടിയാൽ 180 ആയിരിക്കും. ഇവിടെ 70 പോയിട്ടില്ലേ, 180 70 കുറയ്ക്കാം. 180 മൈനസ് 70 എത്ര കിട്ടാം? 110 കിട്ടും. ഓക്കെ ആണോ? പി ആംഗിൾ 110 കിട്ടി. കാര്യം മനസ്സിലായില്ല? ബേസ് ആംഗിൾ സെയിം, മുകളിലെയും താഴത്തെ ആംഗിൾ കൂട്ടിയാൽ 180. ഓക്കെ, അടുത്തത് എന്താണ്? ഈസ് ABCD എ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ? ജസ്റ്റിഫൈ. ABCD ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണോ? എന്താണ് സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ? ഇതിന്റെ 4 വെർട്ടെക്സിൽ കൂടെ പാസ് ചെയ്യണ വട്ടം വരയ്ക്കാൻ പറ്റിയാൽ അതാണ് സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ. ABCD സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണോ? ആണോ? എന്താണ് ആണെങ്കിൽ ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾ കൂട്ടിയാൽ 180 അല്ലേ കിട്ടാ. അപ്പൊ വേണമെങ്കിൽ എന്താ എഴുതാ? ആംഗിൾ ബി പ്ലസ് ആംഗിൾ ഡി ഈക്വൽ ടു 180 ഡിഗ്രി. സം ഓഫ് ഓപ്പോസിറ്റ് ആംഗിൾ ഇസ് 180. Therefore ABCD is a എന്താണ്? ABCD is a സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ. ഓക്കെ ആണോ? കിട്ടിയാ നോക്കി, ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾ കൂട്ടിയാൽ 180 ആണ് കിട്ടാ. അതുകൊണ്ട് ഇതെന്താണ്? സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണ്. ഓക്കെ, കിട്ടിയെന്ന് വിചാരിക്കണ്ട. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ദിവസം നോക്കി, ഇത് നമ്മൾ മറ്റേത് പറഞ്ഞ പോലെ തന്നെ ഉള്ള ചോദ്യമാണ്. ഇത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണെന്നൊന്നും തോന്നുന്നത് കുഴപ്പമില്ല, പക്ഷേ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. എടാ ചോദ്യം നോക്കാം. ഇൻ ദ ഫിഗർ ABCD is a cyclic quadrilateral. കണ്ട, ABCD എന്ന് വെച്ചാൽ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണ്. ഇത് എന്നിട്ടുണ്ട് 80 ഡിഗ്രി എന്നിട്ടുണ്ട്. ഇവിടെ 80 ഡിഗ്രി. BCD എന്ന് പറഞ്ഞാൽ ഒരു 30 ഡിഗ്രി എന്നിട്ടുണ്ട്. ABD എന്ന് പറഞ്ഞാൽ 45 ഡിഗ്രി കടൽപ്പെടുത്തിയിട്ടുണ്ട്. ഫൈൻഡ് ദി മെഷർ ഓഫ് ആംഗിൾ ABC. ABC എന്നുള്ള ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. മൊത്തം ABC എത്രയാണ് മൊത്തം കണ്ടുപിടിക്കുക. ABC എത്രയാണ് വരാ? ഇതല്ലേ ABC. ഞാനിപ്പോ ഈ ബ്ലൂ കൊണ്ട് അടയാളപ്പെടുത്തിയാണ് ABC. അതെത്ര വരാ? ഫൈൻഡ് ദി മെഷർ ഓഫ് ആംഗിൾ ABC ആണ് ചോദ്യം കേട്ടോ. ആകെ 180 അല്ലേ? ലീനിയർ പെയർ ഓർമ്മയുണ്ടല്ലോ. അപ്പൊ ഇത്രയും ഭാഗം 80 പോയിട്ടുണ്ട്. ബാക്കിയുള്ളല്ലേ ചോദിച്ചേക്കണത്. ഞാനിപ്പോ അത് അടയാളപ്പെടുത്തുകയാണെങ്കിൽ ഇത്രയും ഭാഗം 80 പോയി. ബാക്കി ബ്ലൂ എത്ര ഉണ്ടാവും? 180. 80 കുറച്ചാൽ ഞാൻ പോരെ. ഇപ്പൊ ഇത് കിട്ടുമല്ല. അപ്പൊ എത്രയായിരിക്കും? 180 മൈനസ് 100. 100 80 ഈക്വൽ ടു 100. അപ്പൊ ചോദ്യത്തിന് ഉത്തരം ആയിട്ടില്ല. ചോദ്യത്തിന് ഉത്തരം എന്താണ്? ആംഗിൾ ABC. ABC 100. ഇത് മൊത്തം 100 ട്ടാ. ഓക്കെ, മൊത്തം 100 ആണേ. അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ദി മെഷർ ഓഫ് DAB. DAB ഇത് മൊത്തം എത്രയാണെന്ന് കണ്ടുപിടിക്കണം. DCB ഇത് മൊത്തം എത്രയാണെന്ന് കണ്ടുപിടിക്കണം. ഓക്കെ ആണോ? അത് മൊത്തം ഇത് മൊത്തം കണ്ടുപിടിക്കണം കേട്ടാ. അപ്പൊ ഒരു കാര്യം പറയാം, നല്ലോണം നോക്കണം. വല്ല ഐഡിയ ഉണ്ടോ നിങ്ങൾക്ക്? എന്തെങ്കിലും ഒരു ഐഡിയ കിട്ടിയാ ചെയ്യാനായിട്ട്? ഇതും കണ്ടുപിടിക്കണം, ഇതും കണ്ടുപിടിക്കണം അല്ലെ. അപ്പൊ നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഞാൻ ഇപ്പൊ പറയട്ടെ. ഇവിടെ നിന്ന് നോക്കട്ടാ. ഇത് മൊത്തം 100 അല്ലേ കിട്ടിയത്. ഇവിടെ 45 പേര്. ബാക്കി എത്ര ഉണ്ടാവും? 100ന്ന് 45 കുറച്ചാൽ എത്ര ഉണ്ടാവും ബാക്കി? ഓക്കെ ആണോ? ബാക്കി എത്ര ഉണ്ടാവും? 55 ഉണ്ടാവും അല്ലെ. പി ആംഗിൾ 55 ആണെന്ന് എനിക്ക് കിട്ടി. 55 ആണേ. അങ്ങനെയാണെങ്കിൽ നോക്കട്ടാ, ഇവിടെ നിന്നും ഇവിടെ നിന്നും മുകളിൽ ഉണ്ടാക്കണല്ലേ 30. ബിയും സിയും കൂടി ഇവിടെ ഉണ്ടാക്കണല്ലേ 30. അപ്പൊ ബിയും വന്നും സിയും വന്നും ഇത് ഇവിടെ ഉണ്ടാക്കണത്. ഇത് ഈ ആംഗിൾ എത്രയായിരിക്കും? ഈ റെഡ് കൊണ്ട് ഈ ബ്ലൂ കൊണ്ട് അടയാളപ്പെടുത്താം. ഇത് ഈ ആംഗിൾ പറയാൻ പറ്റൂ? ഇത് തന്നെയല്ലേ ഇവിടെ കിട്ടാ. ഈ സൈഡിൽ നോക്കിയാൽ കാണാൻ പറ്റും അല്ലെ. ഇവിടെ നോക്കിയേ, ഇവിടെ നിന്നും ഇവിടെ നിന്നും മുകളിൽ ഉണ്ടാക്കണേ, ഇവിടെ നിന്നും ഇവിടെ നിന്നും ഇപ്പുറം ഉണ്ടാക്കണ എത്രയായിരിക്കും? ഇത് 30 ആയിരിക്കും. ഇത് 30 കിട്ടി അല്ലെ. ഇവിടെ 30 ആയാണ്, ഇവിടെ 30 കിട്ടി. ഓക്കെ, അതുപോലെ തന്നെ ഇനി ഇപ്പുറത്തെ സൈഡ് നോക്കി ഇവിടുത്തെ ഇവിടെ നിന്നും എന്നും ഡി എന്നും ഇവിടെ ആംഗിൾ ഉണ്ടാക്കണ്ട. ഇതല്ലേ 45 ഉണ്ടാക്കണ്ട. ഇവിടെ അല്ലേ ഇത്രയല്ലേ 45 ഉള്ളത്. എയും ഡിയും കൂടിയും മുകളിൽ ഉണ്ടാക്കണതാണ് 45. എയും എന്നും ഡിയും എന്നും ഇങ്ങോട്ട് വരാൻ പോകണ്ട. അപ്പൊ ഇത് എത്രയായിരിക്കും? ഇത് 45 ആയിരിക്കും. കണ്ടുപിടിക്കാൻ പറ്റണോട്ടെ, കണ്ടുപിടിക്കാൻ പറ്റണേ. ഒരേ സ്ഥലത്ത് തുടങ്ങി ഞാൻ ഒരു വര അരച്ചാണ്. ഇത് ഇങ്ങോട്ട് പോയി, ഇത് ഇവിടേക്ക് പോയി. ഇവിടെ 45 ഉണ്ടാക്കണം. അപ്പൊ ഇവിടെ നിന്ന് ഇവിടെ തുടങ്ങിയിട്ട് മുകളിലുണ്ടാക്കി ഇവിടെ ഉണ്ടാക്കി. ഇത് എത്രയായിരിക്കും? 45 ആയിരിക്കും അല്ലെ. സെന്ററിലൊന്നും ഉണ്ടാക്കണല്ല, പകുതി ഒന്നും എഴുതാൻ പാടില്ല. ഇത് 45 ആണെങ്കിൽ ഇത് 45 കിട്ടില്ല. അതുപോലെ നമുക്ക് തിരിച്ചു വെച്ചാൽ നോക്കി, മുകളിൽ നിന്ന് ഡിയും സിയും കൂടി ഇവിടെ ഉണ്ടാക്കണതാണ് 55.
D1 C1 ഒരു വര ഇങ്ങോട്ട് പോകുന്നുണ്ട്, ഒരു വര അതെ ഇവിടെ നിന്ന് ഒരു വര ഇങ്ങോട്ട് പോകുന്നുണ്ട്, ഇവിടെ നിന്ന് ഒരു വര പോകുന്നുണ്ട്. അപ്പൊ ഇതാണ് 55 കിട്ടിയത്. അപ്പൊ ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു വര പോകുന്നുണ്ട്, ഇങ്ങനെ ഒരു വര ഉണ്ട്. അപ്പോൾ ഈ ആംഗിൾ എത്രയായിരിക്കും? ഇത് 55 ആയിരിക്കും. അപ്പൊ നമുക്ക് ഇനി പറഞ്ഞിട്ടുള്ള ആംഗിളുകളൊക്കെ ഉത്തരം എഴുതാൻ പറ്റും നോക്കാം. അതിന് വെച്ചിട്ടുള്ള DAB എത്രയാണ്? 55 + 30. അപ്പൊ എഴുത ആംഗിൾ DAB = 55 + 30 എത്രയാണ്? 85 ഡിഗ്രി. ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ ഇതോ DCB ഇതല്ലേ വെച്ചിട്ടുള്ളത് മൊത്തം. അപ്പൊ ഇത് മൊത്തം 85 കിട്ടി. ഇത് മൊത്തം എത്രയായിരിക്കും? സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ അല്ലേ? ഓപ്പോസിറ്റ് ആംഗിൾ കൂട്ടിയാൽ 180 അല്ലേ? അപ്പൊ ഇത് എഴുതാണെങ്കിൽ ആംഗിൾ DCB = 180 85 കുറയ്ക്കാം. അപ്പൊ 95 ഡിഗ്രി കിട്ടും. ഇത് മൊത്തം 95 കേട്ടാ, 95 കേട്ടാ. ഓക്കെ ആണോ? ഇതാണ് ആൻസർ. പറഞ്ഞതിന് ആൻസർ 85, ഒരെണ്ണം മറ്റേ 95. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കണം കേട്ടാ. അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. അടുത്ത ചോദ്യം ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്ത് നോക്കാം ചോദ്യം നോക്കാം. ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ്, ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, ഒരു സർക്കിൾ വരച്ചേക്കണം. ഒരു കോഡ് AB ആൻഡ് CD ആർ പെർപെൻഡിക്കുലർ കോഡ്സ് ഓഫ് ദി സർക്കിൾ. ABCD 90 ഡിഗ്രി ആണ് ഉണ്ടാക്കുന്നത്. പെർപെൻഡിക്കുലർ കോഡ്സ് ഓഫ് ദി സർക്കിൾ ആണ്. പ്രൂവ് ദാറ്റ് ദി ആർക്ക് APC ആൻഡ് BQD ജോയിൻ ടുഗദർ മേക്ക് എ സെമി സർക്കിൾ. ഈ ആർക്കണ്ട APC എന്നുള്ള ആർക്കും ഈ BQD എന്നുള്ള ആർക്കണ്ട, ഇവിടെ അല്ലേ ബി പറഞ്ഞത്, BQD എന്നുള്ള ആർക്കും ചേർത്ത് വെച്ചാൽ എന്താവും? പകുതി വട്ടാവും. APC എടുത്ത് വെച്ച് ബാക്കി BQD എടുത്ത് വെച്ച് അപ്പൊ എന്താവും? പകുതി വട്ടാവും തെളിയിക്കണം. അതായത് നമ്മൾ തെളിയിക്കാനായിട്ട് എന്ത് ചെയ്യുന്ന വെച്ചാല് APC നടുക്കത് സെന്റർ ഇവിടെ ബലപ്പെടുത്തി വിചാരിക്കാം. APC നടുക്കുണ്ടാക്കണ ആംഗിളും BQD എന്നുള്ള ആർക്ക് നടുക്കുണ്ടാക്കണ ആംഗിളും കൂട്ടിയാ 180 ആണെന്ന് കാണിച്ചാൽ മതി. പറഞ്ഞത് ശ്രദ്ധിക്കുക. ഈ ആർക്കിന്റെ സെൻട്രൽ ആംഗിൾ, ഈ ആർക്ക് ഇങ്ങനെ വരച്ചിട്ടുണ്ട്, അതിന്റെ സെന്ററിൽ ഉണ്ടാക്കണ ആംഗിളും ബാക്കിയുള്ള ആർക്ക് ഇങ്ങനെ വരച്ചിട്ടുണ്ടാവും, അത് സെന്ററിൽ ഉണ്ടാക്കണ ആംഗിളും കൂട്ടിയാല് 180 ആണെന്ന് തെളിയിച്ചാൽ മതി. അങ്ങനെയാണെങ്കിൽ എന്താണ്? സെമി സർക്കിൾ ആണെന്ന് പ്രൂവ് ആവും. ഓക്കെ ആണോ? രണ്ടാർക്ക് ചേർത്ത് വെച്ചാല് സെമി സർക്കിൾ ആണെന്ന് പ്രൂവ് ആവണമെങ്കിൽ. ഓക്കെ, അപ്പൊ നമ്മൾക്ക് ചെയ്യാനുള്ളതിൽ ഫസ്റ്റ് സ്റ്റെപ്പ് പറയാ. ഇതെന്ത് ചെയ്യാന്ന് വെച്ചാൽ നോക്കിക്കോട്ടെ, കുറെ രീതിയിൽ ചെയ്യാട്ടാ. ഫസ്റ്റ് സ്റ്റെപ്പ് ഞാനിപ്പോ പറയാ. ഇതും വന്ന് ഇങ്ങോട്ട് യോജിപ്പിച്ച്, ഇത് നമ്മളിപ്പോ ഇങ്ങനെ യോജിപ്പിച്ചിട്ടാ നേരാണേ. ജോയിൻ AD യോജിപ്പിച്ചിട്ടാ. അപ്പൊ നോക്കി, ഇവിടുത്തെ ഒരു ആംഗിൾ ഞാനിപ്പോ X എടുക്കുകയാണെന്ന് വിചാരിക്കാം. ഇത് ഇവിടുത്തെ ആംഗിൾ ഞാനിപ്പോ Y എടുക്കുകയാണെന്ന് വിചാരിക്കാം. ഓക്കെ ആണോ? X എടുത്ത് Y എടുത്ത്. അപ്പൊ ഞാനിപ്പോ പറയാം, ഇവിടെ എഴുതാൻ നോക്കി, ഇൻ ട്രയാംഗിൾ ADB എന്നുള്ള ട്രയാംഗിൾ എടുക്കുകയാണെങ്കിൽ ആ ട്രയാംഗിളില് Xഉം ഈ Yയും കൂട്ടി എത്ര കിട്ടും എന്ന് പറയാൻ പറ്റുമോ? X + Y = എത്രയായിരിക്കും? 90 ആയിരിക്കും. ആണോ? ഈ ട്രയാംഗിളിൽ മൊത്തം 180 ആണ് വേണ്ടത്. ഒരു 90 ഓൾറെഡി പോയിട്ടുണ്ട്, ബാക്കി കൂട്ടിയാ 90 ഇട്ടുണ്ടേ അല്ലേ? അപ്പൊ Xഉം Yയും കൂട്ടിയാ 90. അതവിടെ നിൽക്കട്ടെ. ഓക്കെ, അതാണ് ഫസ്റ്റ് കാര്യം. ഇത് യോജിപ്പിച്ചിട്ട് ഇവിടെ X ഇവിടെ Y എഴുതാം. ചിലപ്പോൾ ഇവിടെ നമ്പർ ഒക്കെ ആയിരിക്കും തരാം. അങ്ങനെയാണെങ്കിൽ അതിനനുസരിച്ച് ചെയ്യണം. ഇപ്പൊ Xഉം Yയും ഞാൻ എഴുതി, Xഉം Yയും കൂട്ടിയാ 90. ഓക്കെ, എഴുതി വെച്ച്. അടുത്ത സ്റ്റെപ്പ് നോക്കിക്കോ. അടുത്ത് ചെയ്യാൻ പോണത് APC എന്നുള്ള ആർക്ക് സെന്ററിൽ ഉണ്ടാക്കണ ആംഗിളാണ് മാർക്ക് ചെയ്യാൻ പോണത്. APC എന്നുള്ള ആർക്കിന്റെ സെൻട്രൽ ആംഗിൾ കേട്ടോ. നോക്കിക്കോട്ടാ, APC എന്നുള്ളത് നടുക്കിക്ക് വരയ്ക്കണം. ഇത് എത്ര ഡിഗ്രി ആയിരിക്കും പറയാൻ പറ്റുമോ? പറയാൻ പറ്റുമോ? APCയുടെ സെൻട്രൽ ആംഗിൾ നോക്ക്. APC എന്നുള്ളത് നടുക്കുണ്ടാക്കണത്. APC എന്നുള്ളത് മുകളിൽ ഉണ്ടാക്കണ X ആണ്. മുകളിൽ ഉണ്ടാക്കണ X ആണെങ്കിൽ നടുക്കുണ്ടാക്കണ എത്രയായിരിക്കും? 2X ആയിരിക്കും അല്ലെ? Xന്റെ ഇരട്ടി ആയിരിക്കും. മുകളിലുള്ളതിന്റെ ഇരട്ടിയല്ലേ ഇത് നടുക്കുണ്ടാക്കാം കേട്ടാ. ഈ ആർക്കും എന്നാണ് ഈ സെന്ററിലേക്കും പോണത്, ഈ മുകളിലേക്കും പോയിട്ടുള്ളത്. മുകളിൽ ഉണ്ടാക്കണതിന്റെ ഇരട്ടി ആയിരിക്കും നടുക്കുണ്ടാക്കണത്. അപ്പൊ നടുക്കുള്ളത് 2X കിട്ടി. ഓക്കെ ആണോ? സെൻട്രൽ ആംഗിൾ ഇരട്ടി കിട്ടി. അതുപോലെ തന്നെ BQD എന്നുള്ള ആർക്കിന് എടുക്കണം. BQD എന്നുള്ള ആർക്കിന്റെ സെൻട്രൽ ആംഗിൾ ആണ് മാർക്ക് ചെയ്യാൻ പോകണം കേട്ടാ. ഇവിടെ നിന്ന് സെന്ററിലേക്ക് വരച്ച്, ഇവിടെ നിന്ന് സെന്ററിലേക്ക് വരച്ച്. ഇതാണ് BQD എന്നുള്ള ആർക്കിന്റെ സെൻട്രൽ ആംഗിൾ ആണ് ഈ വരച്ചിട്ടുള്ളത്. അതെന്തായിരിക്കും നോക്കിയേ? ഈ BQD എന്നുള്ളത് മുകളിൽ ഉണ്ടാക്കുന്നത് Y ആണ് കണ്ടാ. B-യും 1-ഉം D-യും 1-ഉം മുകളിൽ ഉണ്ടാക്കുന്ന ആംഗിൾ Y ആണ്. ഇത് മൊത്തം Y ആണെന്ന് വിചാരിക്കാം അല്ലെ? Y ആണെന്ന് വിചാരിക്കാം. Y ആണെന്ന് നമ്മൾ എഴുതിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നടുക്കുണ്ടാക്കണ എത്രയായിരിക്കും? ഇതിന്റെ ഇരട്ടിയാൽ ഇവിടെ ഉണ്ടാക്കാം 2Y ആയിരിക്കും. ഓക്കെ ആണോ? സെൻട്രൽ ആംഗിൾ ഓഫ് APC 2X, സെൻട്രൽ ആംഗിൾ ഓഫ് BQD എന്നുള്ള ആർക്കിന്റെ സെൻട്രൽ ആംഗിൾ 2Y. ഇവിടെ Y ആണെങ്കിൽ അതിന്റെ ഇരട്ടി, ഇവിടെ X ആണെങ്കിൽ അതിന്റെ ഇരട്ടി. ഓർമ്മയുണ്ടാവണമെങ്കിൽ എടുത്ത് എഴുതാൻ. ഓക്കെ ആണോ? സെൻട്രൽ ആംഗിൾ തമ്മിൽ കൂട്ടിയാണ്. സം ഓഫ് സെൻട്രൽ ആംഗിൾ ഓഫ് ആർക്ക് APC ആൻഡ് BQD ഈക്വൽ ടു ഓക്കെടാ സം ഓഫ് സെൻട്രൽ ആംഗിൾസ്. സം ഓഫ് സെൻട്രൽ ആംഗിൾ ഓഫ് എന്തൊക്കെയാണ്? ആർക്ക് APC ആൻഡ് ആർക്ക് BPD അല്ല BQD. APCയും BQD എന്നുള്ള രണ്ടാർക്കുള്ള സെൻട്രൽ ആംഗിൾ തമ്മിൽ കൂട്ടാണ്. സെൻട്രൽ ആംഗിൾ തമ്മിൽ കൂട്ടിയാൽ എന്താ വരാ നോക്ക്? 2Xഉം 2Yയും തമ്മിൽ കൂട്ടിയാണ് അല്ലെ? ഇവ രണ്ടിനും കോമൺ ആയിട്ട് 2 ഉണ്ട്. 2 × X + Y എന്ന് എഴുതാം.
2 into x plus y എത്രയാണെന്ന് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ 90 ആണ്. 2 into 90 equal to 180 ആണ് കിട്ടിയത്. അപ്പൊ എന്താണ് ഈ സെൻട്രൽ ആംഗിളും ഈ സെൻട്രൽ ആംഗിളും കൂടി കൂട്ടിയാൽ 180 കിട്ടും. അതുകൊണ്ട് ഇത് ചേർത്ത് വെച്ചാൽ എന്തായിരിക്കും സെമി സർക്കിൾ കിട്ടും. ഓക്കെ ആണോ? ഇതാണ് ഇതിന്റെ റീസൺ വരാം. ഓക്കെ, നോട്ടിൽ എഴുതിയിട്ടുണ്ടാവും അതിന്റെ സ്റ്റെപ്പുകളൊക്കെ ഒന്ന് നോക്കിയിട്ട് പഠിക്കാം കേട്ടാ. ഓക്കെ, അടുത്ത നോക്കാം. എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്? ABDC സൈക്ലിക് കോഡിലാഡർ ആണ് പ്രൂവ് ചെയ്യണം അല്ലെ. ഇങ്ങനെ ഒരു പടമുണ്ട്, ഈ വലിയ കോഡിലാഡർ ആണ് ABDC, അത് സൈക്ലിക് കോഡിലാഡർ ആണ് പ്രൂവ് ചെയ്യണം. അതായത് പ്രൂവ് ചെയ്യാൻ ചോദിച്ചാൽ എന്താണ് സൈക്ലിക് കോഡിലാഡർ ആണെന്ന് എവിടെയെങ്കിലും പ്രൂവ് ചെയ്യാൻ ചോദിച്ചാൽ എന്ത് ചെയ്യണം? ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾ കൂട്ടിയാൽ 180 ആണെന്ന് കാണിക്കണം. അതായത് ഈ ആംഗിളും ഇതിന്റെ ഓപ്പോസിറ്റ് ഇതാണ് വരാ. ABDC എന്ന് പറഞ്ഞാൽ വലിയ ഷേപ്പ് അല്ലേ, ഇതും കൂടിയും കൂട്ടിയാൽ 180 കിട്ടുന്ന തെളിയിച്ചാൽ മതി. ഓക്കെ ആണോ? അപ്പൊ നമുക്ക് നോക്കാം. ആദ്യം ഞാൻ പറയാം, ഫസ്റ്റ് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇതും ജോയിൻ ചെയ്യാം, ഇത് ജോയിൻ ചെയ്യാം. ഫസ്റ്റ് കാര്യം ഇതാണ് കേട്ടാ, ഇത് നേരെ വരച്ച്. അപ്പൊ നമുക്ക് ഫസ്റ്റത്തെ വട്ടം നോക്കിയാണ്. ഫസ്റ്റത്തെ വട്ടത്തിൽ ഇവിടെ ഒരു ആംഗിൾ എക്സ് എടുക്കുന്നതായിരിക്കും. ടേക്ക് ആംഗിൾ എ ഈക്വൽ ടു എക്സ്. ഇതിന്റെ സ്റ്റെപ്പ് എഴുതുമ്പോൾ എഴുതണം കേട്ടാ. ആംഗിൾ എക്സ് എടുത്താല് ഇതിന്റെ ഓപ്പോസിറ്റ് ഈ ആംഗിൾ എത്ര കിട്ടും എന്ന് പറയാൻ പറ്റുമോ? ഈ ഷേപ്പ് കോഡിലാഡർ അല്ലേ, ഇതിന്റെ പുറത്ത് കൂടെ വട്ടം വരച്ചിട്ടില്ലേ, സൈക്ലിക് കോഡിലാഡർ അല്ലേ. ഒരു ആംഗിൾ എക്സ് പോയാലും മറ്റേത് എന്തുണ്ടാവും? 180 മൈനസ് എക്സ് ഉണ്ടാവും അല്ലെ, നമ്മൾ പഠിച്ചതാണ്. 180 മൈനസ് എക്സ് ഉണ്ടാവും. 100 ആണെങ്കിൽ 150 മൈനസ് 100, 60 ആണെങ്കിൽ 150 മൈനസ് 60, എക്സ് ആണെങ്കിൽ 150 മൈനസ് എക്സ്. ഓക്കെ ആണല്ലോ, അത് കിട്ടി. ഇതിന്റെ ഔട്ടർ ആംഗിൾ, ഈ ആംഗിൾ എത്ര വരും? ഈ ആംഗിൾ അതായത് ഇത് മൊത്തം 150 അല്ലേ, ഇത് മൊത്തം 150 ആണ്. അതിലാണ് ഈ 150 മൈനസ് എക്സ് അകത്ത് പോയിട്ടുള്ളത്. ബാക്കി എത്ര ഉണ്ടാവും? 180 150 മൈനസ് എക്സ് കുറയ്ക്കണം. അപ്പല്ലേ അത് കിട്ടാ. ഇവിടെ 100 ആണെങ്കിൽ ഇത് കിട്ടണമെങ്കിൽ 150 മൈനസ് 100 ചെയ്യണം. ഇവിടെ 150 മൈനസ് എക്സ് ആണെങ്കിൽ 150 150 മൈനസ് എക്സ് കുറയ്ക്കണം. കുറയ്ക്കാൻ എടുക്കുമ്പോൾ രണ്ടാമത്തത് ബ്രാക്കറ്റ് ഇടണം. അപ്പൊ എന്ത് വരും? 150 മൈനസ് ഈ മൈനസ് ഇതിനും ബാധകമാണ്, ഈ മൈനസ് ഇതിനും ബാധകമാണ്. ഇതിനെ എടുത്ത് ഈ മൈനസ് ഇതിനെ എടുത്ത് ചെയ്യുമ്പോൾ ഇവിടെ പ്ലസ് ആയി എക്സ് ആയി, മൈനസ് മൈനസ് പ്ലസ് ആയി. 150 കുറച്ച 0, ബാക്കി എക്സ് മാത്രമുണ്ട്. പി ആംഗിൾ എന്തായിരിക്കും? എക്സ് കിട്ടി. ഓക്കെ ആണോ? ഇവിടെ എക്സ് ആണെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് 180 മൈനസ് എക്സ്, അപ്പൊ ഇപ്പുറം എക്സ്. ഇവിടെ എക്സ് ആണെങ്കിൽ രണ്ടാമത്തെ വട്ടം നോക്ക്, അതിന്റെ ഉള്ളിലെ കോഡിലാഡർ നോക്ക്. അപ്പൊ ഇത് സൈക്ലിക് ആണ്. ഇവിടെ എക്സ് ആണെങ്കിൽ ഇതിന്റെ ഓപ്പോസിറ്റ് ഈ ആംഗിൾ എന്തായിരിക്കും? ഇത് 180 മൈനസ് എക്സ് ആയിരിക്കും. ആണോ? ഇവിടെ 180 മൈനസ് എക്സ് ആണെങ്കിൽ ഇതിന്റെ ഇപ്പുറത്തെ ആംഗിൾ എന്തായിരിക്കും? ഇതേ സ്റ്റെപ്പ് ആവർത്തിച്ചാൽ ഇവിടെ എന്തായിരിക്കും? എക്സ് ആയിരിക്കും. ഇവിടെ എക്സ് ആണെങ്കിൽ ഇതിന്റെ ഓപ്പോസിറ്റ് ആംഗിൾ എന്തായിരിക്കും? മൂന്നാമത്തെ വട്ടം നോക്ക്, ഇത് 180 മൈനസ് എക്സ് ആയിരിക്കും. ഓക്കെ ആണോ? അപ്പൊ ഇത് എക്സ് എടുത്ത് ഇത് 180 മൈനസ് എക്സ്, ഇപ്പറ എക്സ്, ഇവിടെ 180 മൈനസ് എക്സ്, ഇപ്പറ എക്സ്, ഇതിന്റെ ഓപ്പോസിറ്റ് 180 മൈനസ് എക്സ്. ഞാൻ ഡിയും കൂടിയും കൂട്ടി നോക്കാം. ആംഗിൾ എ പ്ലസ് ആംഗിൾ ഡി കൂട്ടി നോക്കാണ്. എന്താ വരാ? ആംഗിൾ പറഞ്ഞാൽ എക്സ്, ആംഗിൾ എ എന്ന് പറഞ്ഞാൽ എക്സ്, ആംഗിൾ ഡി എന്ന് പറഞ്ഞാൽ 180 മൈനസ് എക്സ്. കൂട്ടിയപ്പോ നെഗറ്റീവും പോസിറ്റീവും വെട്ടിപ്പോയി, 180 കിട്ടി. നെഗറ്റീവ് എക്സും പോസിറ്റീവ് എക്സ് ആണ് പോയത്, 180 കിട്ടി. സം ഓഫ് ഓപ്പോസിറ്റ് ആംഗിൾ ഇസ് 180, therefore it is a cyclic quadrilateral. ഓക്കെ ആണോ? നിങ്ങൾ സ്റ്റെപ്പ് എടുത്ത് എഴുതുമ്പോൾ ഓരോന്നും എടുത്ത് എഴുതാം. ഇത് എക്സ് എടുക്കുക, ഇതിന് ഓപ്പോസിറ്റ് 180 മൈനസ് എക്സ് എടുക്കുക, ഇത് എക്സ് കിട്ടും, ഇത് 180 മൈനസ് എക്സ്, ഇത് എക്സ്, ഇത് ഓപ്പോസിറ്റ് 180 മൈനസ് എക്സ്. ഓർമ്മയുണ്ടാകും കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. ശരിക്കും വായിക്കണം കേട്ടോ, ചോദ്യം വായിച്ചു നോക്കണം. ഇൻ ദ ഫിഗർ ദി പ്രൊഡക്റ്റ് ഓഫ് ദി മെഷർ ഓഫ് ആംഗിൾ പി ആൻഡ് ആംഗിൾ ക്യൂ ഇസ് 160. അല്ല 1600 കേട്ടോ, തെറ്റിക്കരുതേ. നോക്കാം. പ്രൊഡക്റ്റ് എന്ന് വെച്ചാൽ ഗുണിക്കണം. പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഗുണിക്കല്. എന്തൊക്കെ ഗുണിച്ചപ്പോഴാണ്? ആംഗിൾ പിയും ആംഗിൾ ക്യൂവും കൂടിയും ഗുണിച്ചപ്പോ 1600 കിട്ടി. വാട്ട് ഈസ് ആംഗിൾ പി? ആംഗിൾ പിയും ആംഗിൾ ക്യൂവും ഗുണിച്ചപ്പോ 1600 കിട്ടി. എന്താ ചെയ്യാ? ആംഗിൾ പിയും ആംഗിൾ ക്യൂനും വല്ല ബന്ധമുണ്ടാ? ഇവിടെ ഒരേ സ്ഥലത്തല്ലേ സിയും തുടങ്ങി മുകളിലുണ്ടാക്കണത്, ഇവിടെ നിന്ന് മുകളിലുണ്ടാക്കണത്, ഒരേ സ്ഥലത്ത് തുടങ്ങിയിട്ടാണ് ഉണ്ടാക്കണത്. അപ്പൊ രണ്ട് ആംഗിൾ സെയിം ആയിക്കൂലേ? ആംഗിൾ പി ഇൻറ്റു ആംഗിൾ ക്യൂ ഈക്വൽ ടു 1600. അതായത് ആംഗിൾ പിയും ആംഗിൾ ക്യൂവും സെയിം ആണെന്നാണ് പറഞ്ഞത്. ഇത് തന്നെയായിരിക്കും, ഇത് ആണ് ഒരേ സ്ഥലത്ത് നിന്നാണ് തുടങ്ങണത്. സെയിം തന്നെയാണ് മോളിക്ക് ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുള്ളത് അല്ലെ. ഇതും സെയിം ആണെങ്കിൽ ഏത് ഗുണിച്ചാലാണ് സെയിം നമ്പർ വിളിച്ച് 1600 കിട്ടാം. അതായത് ആംഗിൾ പി ഇൻറ്റു ആംഗിൾ ക്യൂവിന് വരാൻ വേണമെങ്കിൽ എന്ത് എടുക്കാം? ആംഗിൾ പി തന്നെ കൊടുക്കാം 1600. ആംഗിൾ പിയുടെ സ്ക്വയർ ആണ് 1600. അപ്പൊ ആംഗിൾ പി ഈക്വൽ ടു എത്രയായിരിക്കും? റൂട്ട് ആവും. സ്ക്വയർ അപ്പുറം പോയപ്പോ റൂട്ടായി. ആംഗിൾ പിന്റെ ആംഗിൾ പി സ്ക്വയർ എന്ന് എഴുതില്ല. സ്ക്വയർ അപ്പുറം പോയപ്പോ റൂട്ടായി. റൂട്ട് 1600 എത്രയാണെന്ന് അറിയോ? എത്രയാണ്? 40 ഡിഗ്രിയാണ്. ആംഗിൾ പി എന്ന് വെച്ചാൽ എത്ര കിട്ടി? 40 കിട്ടി. അപ്പൊ ആംഗിൾ ക്യൂ എത്രയായിരിക്കും? 40 ആയിരിക്കും. 40 × 40 ഗുണിക്കുമ്പോഴാണ് 1600 ആവാം. കണ്ടാ? ഇത് രണ്ടും സെയിം ആണെന്ന് ലോജിക്ക് അറിയണം. ഒട്ടിക്കാതെ ചെയ്യാൻ പറ്റുള്ളൂ. ഇതൊരു കൊല്ലം SSLC വെച്ച ചോദ്യമാണ് കേട്ടാ. അപ്പോ ഇതും കിട്ടി. ഞാൻ അടുത്ത ചോദ്യം. വാട്ട് ഈസ് ആംഗിൾ പി? ആംഗിൾ പി പ്ലസ് ആംഗിൾ ക്യൂ
പ്ലസ് ആംഗിൾ എ ബി സി. ഓക്കെ ആണോ? ഇത് മൂന്നും കൂടിയും കൂട്ടിയാൽ ഇതും അടിയത്താണ് എ ബി സി. ഇത് മൂന്നും കൂടിയും കൂട്ടിയാൽ എത്ര കിട്ടും? അപ്പൊ എ ബി സി എത്രയാണ് കണ്ടുപിടിക്കണ്ടേ? അതെങ്ങനെ കണ്ടുപിടിക്കും? ഒരു കോഡിലാഡർ മാത്രം നോക്കുക, ഒരെണ്ണം കൊടുത്താൽ മതി, ഫുൾ എടുക്കണ്ട. ആണോ? ഇപ്പൊ ഈ വരച്ചിട്ടുള്ള ഒരു കോഡിലാഡർ അല്ലേ? സൈക്ലിക് കോഡിലാഡർ ആണ്. ഓപ്പോസിറ്റ് ആംഗിൾ കൂട്ടിയാൽ 180 ആവണം. ഇവിടെ 40 പോയിട്ടുണ്ട്. 180 മൈനസ് 40 ഈക്വൽ ടു 140. 140 ഈ ആംഗിൾ 140 ഡിഗ്രി കിട്ടി. മൂന്നും കൂടിയും കൂട്ടാ. ബി ചോദ്യത്തിന് ആൻസർ എന്ത് വരും? ഇതും കൂടിയും കൂട്ടാ. 40 പ്ലസ് 140 എത്ര വരാ? 40 ഇത് കൂട്ടിയപ്പോ 80. അപ്പൊ 220 ഡിഗ്രി വരും. എടാ ഒക്കെ കൂടി കൂട്ടാടാ, 220 ഡിഗ്രി വരും. മനസ്സിലായോ? നോക്കി, സിമ്പിൾ ആണ്. 3 ആംഗിളും കൂടിയും കൂട്ടിയാൽ എത്ര വരും? കൂട്ടി വെച്ച്. ഓക്കെ ആണോ? ക്ലിയർ ആണല്ലോ? കിട്ടി. അടുത്തേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഈ ക്വസ്റ്റ്യനെ നമ്മുടെ ഈ പാഠത്തിലല്ല, ട്രിഗണോമെട്രി എന്നുള്ള പാഠം പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ പറയാം. ഓക്കെ, അപ്പൊ ആ പാഠമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇറക്കുന്ന ഒരു ക്വസ്റ്റ്യൻ കേട്ടോ. അതവിടെ കേട്ടെ. അടുത്തേക്ക് പോവാം. ഇത് നോക്കണം, ഇത് ശരിക്കും നോക്കണം. ഇത് കുറച്ച് കുഴയ്ക്കും, ആലോചിച്ചാലേ കിട്ടുള്ളൂ. നോക്കാം. ഇൻ ദ ഫിഗർ ദി O is the center of the circle. സർക്കിളിന്റെ സെന്റർ ആണ് O. ABCD are points on the circle. ആംഗിൾ AOB 80. ഇത് 80 ഡിഗ്രി ആണ്. ഫൈൻഡ് ACB. ACB എത്രയാണ്? ആംഗിൾ ACB എത്രയാണ്? ഇത് എത്രയായിരിക്കും? ഇത് 80 ആണല്ലോ നടുക്കുണ്ടാക്കണത്. അപ്പൊ മുകളിൽ ഉണ്ടാക്കണ എത്രയായിരിക്കും? 80ന്റെ പകുതി ആയിരിക്കും. ഇത് 40. അപ്പൊ ചോദ്യത്തിന് ഉത്തരം കിട്ടിയാൽ ആംഗിൾ ACB എഴുതാട്ടോ. ആംഗിൾ ACB ഈക്വൽ ടു 40 ഡിഗ്രി. ഓക്കെ, ഒരു മാർക്ക് കിട്ടി. അടുത്തത് AOB. AOB ഓൾറെഡി തന്നിട്ടുണ്ടല്ലേ? അപ്പൊ തെറ്റിയതായിക്കേ. ഇതൊരു P എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. AC. ഓക്കെ, ഒരു മിനിറ്റ്. AOB എന്നല്ല, ഇതൊരു ADB എന്നാക്കണം. നമുക്ക് ഉത്തരം കിട്ടും. ഓക്കെ, നോക്കാം നമുക്ക്. അപ്പൊ അടുത്ത ചോദ്യമാണ് ADB എത്രയാണ്? ചോദ്യം നോക്കാം. ADB എന്നുള്ള ആംഗിൾ കാണണ്ട. ഇത് എത്രയായിരിക്കും? ഇത് തന്നെയല്ലേ എയും ബിയും മുകളിൽ ഉണ്ടാക്കണ 40, ഇവിടെ ഉണ്ടാക്കണ 40 തന്നെ ആയിരിക്കും. അല്ലെങ്കിൽ സെന്ററിലുള്ള തന്നെ പകുതി ആയിരിക്കും. എത്രയാണ്? ഇത് 40 കിട്ടി. ഓക്കെ ആണോ? 40. അടുത്ത ചോദ്യം ADP. ADP എത്രയാണ്? ADP എത്രയായിരിക്കും? ഇതാണ് ADP. എത്രയാണ് ADP വരാ? മൊത്തം 150 അല്ലേ? ഇവിടെ 40 പോയാൽ ബാക്കി എത്രയുണ്ട്? 140 ഉണ്ട്. ഓക്കെ ആണോ? 140 ഉണ്ട്. ഓക്കെ, ഫൈൻഡ് ആംഗിൾ CQD പ്ലസ് ആംഗിൾ P. ഓക്കെ, കണ്ടുപിടിക്കേണ്ടത് എന്തിനാണെന്ന് വെച്ചാൽ നോക്കിയേ. CQD എന്നുള്ളത് ഈ ആംഗിളും ഇതിന്റെ ഓപ്പോസിറ്റ് ഉള്ള ആംഗിളും കൂട്ടിയാൽ എത്ര കിട്ടുന്നതാണ് കണ്ടുപിടിക്കേണ്ടത്. ഈ ആംഗിളും ഇതിന്റെ ഓപ്പോസിറ്റ് ഉള്ളതും കൂടിയും കൂട്ടിയാൽ എത്ര കിട്ടുന്ന കണ്ടുപിടിക്കണം. രണ്ടും കൂടി കൂട്ടിയാലിട്ടാ, ഓരോന്നോരോന്ന് ഒറ്റയ്ക്ക് കണ്ടുപിടിക്കണ്ട. കൂട്ടിയാൽ എത്ര കിട്ടുന്ന കണ്ടുപിടിക്കണം. അതാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടാ. അപ്പൊ ഒരു കാര്യം പറയട്ടെ. ഇവിടെ 140 കിട്ടി. ഇപ്പുറം എത്ര കിട്ടും? ഇവിടെ 40 പോയാൽ ബാക്കി എത്ര ഉണ്ടാവും? 140 ഉണ്ടാവും അല്ലെ? ഇതല്ലേ ലീനിയർ പെയറാണ്. 140 ഉണ്ടാവും. അപ്പൊ ഈ ഷേപ്പ് ഓക്കെ, ഇതിൽ 4 ആംഗിളും കൂടിയും കൂട്ടിയാൽ കോഡിലാഡർ അല്ലേ? ഈ ഒരു ഷേപ്പ് പറ്റത്തുള്ള ഷേപ്പ് മാത്രം നോക്കി 4 ആംഗിളും കൂടിയും കൂട്ടിയാല് 360 വേണം. അപ്പൊ ഇതും കൂടിയും കൂട്ടിയാലോ വേണമെങ്കിൽ എന്താ എഴുതാം? ആംഗിൾ P പ്ലസ് ആംഗിൾ CQD ഈക്വൽ ടു എന്ത് ചെയ്യണം? 4 എണ്ണം കൂടിയും കൂട്ടിയാൽ 360 വേണം. ഈ 2 എണ്ണം കൂടിയും കൂട്ടാം. 360 കുറയ്ക്കാം. 360 എന്ത് കുറയ്ക്കാം? 140 കൂട്ടിയപ്പോ 280 കുറയ്ക്കാം. 280 കുറയ്ക്കാം. ബാക്കി എത്ര ഉണ്ടാവും? ഒരു 80 ഡിഗ്രി ഉണ്ടാവും. ഓക്കെ ആണോ? അതാണ് ഇതിന്റെ ഉത്തരം. കിട്ടിയാ? ഇതും കൂട്ടിയാൽ എത്ര കിട്ടുന്നല്ലോ ചോദിച്ചോളൂ. ഇത് കൂട്ടിയാൽ എത്രയാണെന്ന് പറഞ്ഞാൽ മതി. ഒറ്റയ്ക്ക് അറിയണ്ട. 4 കൂടിയും കൂട്ടിയാ 360. ഇതും കൂടിയും കൂട്ടിയാ 280. അപ്പൊ അതങ്ങോട്ട് കുറച്ച്. അപ്പൊ ഇതും കൂട്ടിയതിന്റെ ഉത്തരമാണോ കിട്ടിയത്? 80. ഓക്കെ ആണോ? ഓർമ്മയുണ്ടാവണം കേട്ടോ. ഓക്കെ, സിമ്പിൾ ആണ്. ക്വസ്റ്റ്യൻ സിമ്പിൾ ആണ്. എത്തിച്ചാൽ മതി. എത്തിച്ചാൽ മാർക്കാണ്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാട്ടാ. കുറച്ചുണ്ട്, ഇത് കുറച്ച് ചിന്തിക്കണം കേട്ടാ. ഓക്കെ, പറയാം. നോക്കോ. In the figure, O is the center of the circle. C is the central angle of arc DEA. DEA എന്നുള്ള സെൻട്രൽ ആംഗിൾ ആണ് ഇത് ട്ടാ. ഇവിടെ 250 കിട്ടുന്നുണ്ട്. കമ്പ്യൂട്ട് ദി വാല്യൂ ഓഫ് എക്സ്. എക്സ് എത്രയാണ് കണ്ടുപിടിക്കണം. എക്സ് കണ്ടുപിടിക്കാനാണ് വെച്ചിട്ടുള്ളത്. ഇതെന്ത് ചെയ്യും? ഇതെങ്ങനെ കണ്ടുപിടിക്കുക? വല്ല ഐഡിയ ഉണ്ടാ? മൊത്തം ഞാൻ പറയട്ടെ. ആദ്യം ഈ റെഡ് കൊണ്ട് അടയാളപ്പെടുത്തിയ ആംഗിൾ എത്ര വരും? ഈ റെഡ് കൊണ്ട് അടയാളപ്പെടുത്തിയ ആംഗിൾ എത്ര വരും? എത്ര വരാ? നിങ്ങൾക്ക് വല്ല ഐഡിയ ഉണ്ടാ? അതെത്ര വരാന്ന് ഞാൻ പറയാം. നോക്കിക്കേ, ഈ റെഡ് കൊണ്ട് അടയാളപ്പെടുത്തിയത് ഇവിടെ 250 പോയില്ലേ? ബാക്കി എത്ര ഉണ്ടാവും? ആംഗിൾ DOA അല്ലെങ്കിൽ DOA എത്ര വരും? 360 250 കുറയ്ക്കാം. 110 വരും. 110. ഈ ആംഗിൾ 110 വന്നിട്ട് സെൻട്രലുള്ള ആംഗിൾ 110 വന്നു. ഇനി ഇത് വെച്ചിട്ട് എക്സ് കണ്ടുപിടിക്കാൻ പറ്റുമോ? ഇല്ല. അതെങ്ങനെയാണ് ഡയറക്റ്റ് എക്സ് കണ്ടുപിടിക്കാൻ പറ്റുക? അത് എക്സ് ഒന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പൊ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നോക്കി,
നടുക്കുണ്ടാക്കണതാണ് 100, മുകളിൽ ഉണ്ടാക്കണതാണ് ഇവിടെ നിന്ന് തുടങ്ങി മുകളിൽ. ഇത് ഇങ്ങനെ ഉണ്ടാക്കിയാലാണ് നടുക്ക് 110. അപ്പൊ ഇതിന്റെ പകുതിയാണ് ഇങ്ങനെയാണ് 55 ഇട്ട മുകളിലേക്ക് ഉണ്ടാക്കണം 55 ഉണ്ടാക്കാൻ അല്ലെ. പക്ഷെ ഇവിടെ 35 അല്ലേ ഇവിടെ എഴുതിയിട്ടുള്ളൂ, ഇവിടെ 35 എഴുതിയിട്ടുണ്ട്, ഇപ്പുറം ഒരു X എഴുതിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ സ്റ്റെപ്പ് നോക്കോ, 2 3 രീതി ചെയ്യാട്ടാ. ഒരു വഴിയാണ് പറയണത്, ഇത് ഞാൻ ആദ്യം ഇങ്ങനെ യോജിപ്പിച്ച് ഇത് ഇവിടേക്ക് യോജിപ്പിച്ചിട്ടാ, അത് ഈ ബ്ലൂ ഇങ്ങനെ യോജിപ്പിച്ച് കഴിഞ്ഞപ്പോ വല്ല ഐഡിയ ഉണ്ടാ. ലെഫ്റ്റിലേക്ക് മാത്രം നോക്കി ഇവിടെ നിന്ന് തുടങ്ങിയിട്ട് നടുക്കുണ്ടാക്കണ ആംഗിൾ അറിയും. ഇത് ഇവിടെ നടുക്കുണ്ടാക്കണുണ്ട്, ഇതിന്റെ പകുതി അല്ലേ മുകളിൽ ഉണ്ടാക്ക. മുകളിലപ്പോ 75 ആണെങ്കിൽ അല്ല മുകളിൽ 35 ആണെങ്കിൽ അടി നടുക്കുന്നതായിരിക്കും ഉണ്ടാക്ക. ഇവിടെ നിന്നും നോക്കട്ടാ, ഇത് സെന്ററിൽ ഉണ്ടാക്കണ ആംഗിള് എത്രയാണോ അതിന്റെ പകുതി അല്ലേ ഇത് നടുക്കുണ്ടാക്കണം. മുകളിൽ ഉണ്ടാക്കണം 35 ആണെങ്കിൽ നടുക്ക് എത്രയായിരിക്കും, ഇത് യോജിപ്പിക്കണോട്ടാ. അപ്പൊ എത്രയാണ് ഇതിന്റെ ഇരട്ടി 70 കിട്ടി, നടുക്ക് 70 അല്ലെ. നടുക്ക് ഇത്രയും ഭാഗം 70 പോയി, ബാക്കിയുള്ള ഭാഗത്തിൽ ഉണ്ടാവും, ബാക്കി ഈ കുഞ്ഞെത്ര ഉണ്ടാവും, ആകെ 110 അല്ലേ. 110 70 കുറച്ചാല് ബാക്കി 40 ഉണ്ടാവും, 40. അപ്പോ ഇയും എയും അടുത്ത സ്റ്റെപ്പ് നോക്ക്, റെഡ് കൊണ്ട് വരയ്ക്ക. ഇയും എയും സെന്ററിൽ ഉണ്ടാക്കണമാണ് 40. ഇവിടെ നിന്ന് മുകളിൽ ഉണ്ടാക്കണ എത്രയായിരിക്കും, നടുക്കുണ്ടാക്കണ പകുതി ആയിരിക്കും. അപ്പൊ ഇത് എത്രയാണ് ഉത്തരം കിട്ടാ, X = 20 ഡിഗ്രി. എടാ ഇങ്ങനെ വരച്ചാലേ അതായിട്ട് കിട്ടുള്ളൂ. നടുക്കുണ്ടാക്കണത് 70, ബാക്കി ഇവിടെ 40 ഉണ്ട്, ആകെ 110 കിട്ടി അല്ലെ. അപ്പൊ ഇതിന്റെ പകുതി ആയിരിക്കും ഇത് ഇവിടെ കിട്ടുന്നത്. ഇതിന്റെ പകുതി എന്ന് പറഞ്ഞാല് 40ന്റെ പകുതി 20. എടാ ഓക്കെ ആണോ? കുറച്ച് ചിന്തിക്കേണ്ട കണക്കാണ്. ഇതിങ്ങനെ വരച്ചില്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ചിന്തിക്കൂല. ഇത് കാണുമ്പോൾ ചിന്തിക്കാൻ കുറച്ച് ആവശ്യമുണ്ട്, ലോജിക്ക് വേണം കേട്ടോ. എല്ലാത്തിലും ലോജിക്ക് ഇട്ടാലേ ഉത്തരങ്ങൾ കിട്ടുള്ളൂ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്, ഇത് പ്രീവിയസ് ഇയർ ആണ് കേട്ടോ. ഇന്നത്തെ എന്തൊക്കെ ചോദിക്കാം, ഈ ആംഗിളും ഈ ആംഗിളും കണ്ടുപിടിക്കണം, എക്സും വൈയും കണ്ടുപിടിക്കണം. ഓക്കെ ആണല്ലോ? അപ്പൊ നമുക്ക് അത് നോക്കാം. അതിന് തന്നെ തന്നിട്ടുള്ള ആംഗിൾ ഓക്കെ, BC, ഇതിന് വേറെ എന്തെങ്കിലും പേര് കൊടുക്കാം, BCD ഡി എന്ന് കൊടുക്കാം. BCD 75 ഉണ്ട്. ആദ്യം ചോദിച്ചിട്ടുള്ളത് ഈ Y എത്രയാണ് അല്ലെ, YX രണ്ടും വേണം. അപ്പൊ ഞാനിപ്പോ അറിയണം കണ്ടുപിടിക്കാൻ പറ്റണ ഏതാന്ന് പറഞ്ഞുള്ളത്. ഇതിന്റെ ഇപ്പുറത്തെ കണ്ടുപിടിച്ചൂടെ, എത്രയായിരിക്കും, ആകെ 150 ആണ് വരാം. 150 75 പോയാല് ബാക്കി എത്ര ഉണ്ടാവും, 150 - 75 ചെയ്യുമ്പോ 105 കിട്ടും. 105 കിട്ടി. ഇവിടത്തെ ആംഗിൾ ചോദിച്ചിട്ടില്ല, വെറുതെ കണ്ടുപിടിക്കാല. 105 കിട്ടി. ഓക്കെ, എന്തിനാ കണ്ടുപിടിക്കണേ, ഇത് വെച്ചിട്ട് നമുക്ക് ഇതിന്റെ ഓപ്പോസിറ്റ് ഇത് കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ. എങ്ങനെയാണ്, കോട്ടിലാടലാണ് ഈ കാണുന്നത്, സൈക്കിൾ കോട്ടിലാടർ അല്ലേ. ഓപ്പോസിറ്റ് ആംഗിൾ കൂട്ടിയാൽ 150 അല്ലേ. ഇതിന്റെ പുറത്തേക്കൊക്കെ വരച്ചിട്ടുണ്ടെങ്കിൽ വരച്ചോട്ടെ, നമുക്ക് ആവശ്യമുള്ള ഭാഗം നോക്കാൻ പാടുള്ളൂ. ഇത് 105 പോയാൽ ഇത് മുകളിൽ എത്ര ഉണ്ടാവും, 150 - 105 ഇത് എത്രയായിരിക്കും, ഇത് 75 കിട്ടി. ഇത് 75 കിട്ടിയിട്ടുണ്ടെങ്കിൽ നടുക്കത്തിൽ ഉണ്ടാക്കും, നടുക്കുണ്ടാക്കണം മുകളിൽ ഉണ്ടാക്കണം. മുകളിൽ 75 ഉണ്ടാക്കിയ നടുക്കത്തിലായിരിക്കും 75ന്റെ ഇരട്ടി എത്രയാണ്, 150 ആയിരിക്കും. സെൻട്രൽ ആംഗിൾ 150 കിട്ടി. ഇവിടെ 75 ആയാലും ഇപ്പുറത്ത് എത്ര ഉണ്ടാവും, ഇവിടത്തെയും കൂടി കൂട്ടിയാൽ 150 ആവണ്ടേ, ലീനിയർ പെയർ. 150 - 75 കുറച്ചാല് 105. എടാ കിട്ടിയാൽ മനസ്സിലായി നോക്കിയേ. ഇവിടെ 75 പോയാല് 150 കുറച്ചാ 105 കിട്ടും. 75 ഉണ്ടെങ്കിൽ അതിന്റെ ഇരട്ടി നടുക്ക് കിട്ടും. അപ്പൊ എക്സും കിട്ടി വൈയും കിട്ടി. X 105 Y 150. എടാ ഓർമ്മയുണ്ടാവണേ. ഓക്കെ, ആ ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ വരച്ചിട്ടുള്ളതും. ഇത് അതുപോലെ തന്നെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന വിചാരിക്കുന്നത്. ഞാൻ എന്നാലും ഒന്നുകൂടി പറയാം. ആൻസറുകൾ നോക്കാം. ഈ ചോദ്യത്തിൽ ഇവിടെ 75 ഉണ്ട്, ഇവിടെ 70 ഉണ്ട്. ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ABC. ABC എത്രയാണ് ഇപ്പൊ തന്നെ പറഞ്ഞാലേ, ഇത്രയും ഭാഗം 75 വരെ അകത്ത് എത്ര ഉണ്ടാവും, 105 ഉണ്ടാവും അല്ലെ. കാരണം 150 - 75 കുറയ്ക്കണം, അപ്പോഴാണ് 105 കിട്ടുക. അപ്പൊ അതിന്റെ ഉത്തരം കിട്ടി 105. BCD ഇതല്ലേ, ഇതേതായിട്ടാണ് ബന്ധം, ഇതും ഇതിന്റെ ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾ തമ്മിലാണ് ബന്ധം. ഇതായിട്ടാണെന്നല്ല കേട്ടാ, ഇതിന്റെ ഓപ്പോസിറ്റ് ഉള്ള 70 ആണെങ്കിൽ ഇത് എത്രയായിരിക്കും, 150 - 70 കുറച്ചാല് 110. ഇത് 110 കിട്ടി. ഓക്കെ അല്ലേ. അടുത്തത് ADC. ADC ഇത് ഈ അകത്ത ഇവിടെ 105 പോയിട്ടുണ്ട്. അകത്ത് എത്രയായിരിക്കും, ഈ ഓപ്പോസിറ്റ് ഉള്ള കൂട്ടിയാൽ 150 ആവണം. 105 പോയാല് ഇത് എത്രയായിരിക്കും, 150 - 105 കുറച്ചാല് 75 ഡിഗ്രി ആയിരിക്കും. 75. അടുത്ത ADQ ഈ പുറത്താണ്. ഇവിടെ 75 പോയിട്ടുണ്ട്, മൊത്തം 150 അല്ലേ. ഇത്രയും ഭാഗം എത്രയായിരിക്കും, 150 - 75 കുറച്ചാല് 105. ഓക്കെ ആണോ. ADQ = 105 ഡിഗ്രി. ഓക്കെ ആണോ. ഇങ്ങനെയാണ് ആംഗിളുകൾ അടയാളപ്പെടുത്താം, ചോദ്യത്തിനനുസരിച്ച് വേണം അടയാളപ്പെടുത്താൻ കേട്ടോ. ഓക്കെ, ഇനി ചോദിച്ചിട്ടുള്ളത് നോക്കി ചെറുതാക്കിയിട്ടുണ്ട്. ഇതൊരു പെന്റഗൺ ആണ്, റെഗുലർ പെന്റഗൺ ആണ്. ഇതിന്റെ ഈ ആംഗിൾ ആണ് ചോദിച്ചിട്ടുള്ളത്. ഇതുപോലെ തന്നെ നമുക്ക് ഉണ്ടായിരുന്നു ഒരു, ഞാൻ ഇതിന്റെ ഒരുമിച്ച് പറയാം കേട്ടാ, ഉണ്ടാ നോക്കട്ടെ ഇതിനകത്ത് ഇതിലല്ലേ പടം. ഓക്കെ, കഴിഞ്ഞിട്ട് നമ്മളാ ഞാൻ വരയ്ക്കാനുള്ള ഒരു ചോദ്യം കൂടി പറയാം കേട്ടാ. ഓക്കെ, അപ്പൊ അതിന് തന്നെ പറയാം, ഒരു ഈക്വലാറ്റർ ട്രയാംഗിൾ ആണ് ഇവിടെ വരച്ചിട്ടുള്ളത് ചോദിക്കാം. ഈക്വലാറ്റർ ട്രയാംഗിൾ അങ്ങനെയാണെങ്കിൽ ഇതിന്റെ അകത്ത് ഒരു ആംഗിൾ നമ്മൾ മാർക്ക് ചെയ്യാൻ ചോദിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരു ആംഗിൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് എത്ര ഡിഗ്രി ആണെന്ന് ചോദിക്കും.
ഓക്കെ, ഇതുപോലെ തന്നെ സ്ക്വയർ വരച്ചു ചോദിക്കും. അതുപോലെ തന്നെയുള്ളതാണ് പെന്റഗൺ. അപ്പൊ 3 പഠിക്കണം. അതിനാണ് ഈക്വലാറ്റർ ട്രയാങ്കിളിന്റെ ഈ ആംഗിൾ പറയാൻ പറ്റുമോ നിങ്ങൾക്ക്? ആദ്യം അറിയാം, ഈക്വലാറ്റർ ട്രയാങ്കിളിന്റെ ഒരു ആംഗിൾ എത്ര ഡിഗ്രിയാണ്? ഓർമ്മയുണ്ടോ? എന്താണ് ഈക്വലാറ്ററൽ ട്രയാങ്കിൾ? ഈക്വലാറ്ററൽ ട്രയാങ്കിൾ കേട്ടാ. ഈക്വലാറ്ററൽ ട്രയാങ്കിൾ എന്ന് വെച്ചാൽ എന്താണ്? 3 സൈഡും ഈക്വൽ ആയിരിക്കും, 3 ആംഗിളും ഈക്വൽ ആയിരിക്കും അല്ലെ? അതല്ലേ ഈക്വലാറ്ററൽ ട്രയാങ്കിൾ. അപ്പൊ ആംഗിൾ എത്ര ഡിഗ്രിയാ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ? 60 60 60 അല്ലെ? 3 ആംഗിളും 60 വെച്ച് വരും. പക്ഷെ ഇതല്ല കണ്ടുപിടിക്കാൻ ചോദിച്ചിട്ടുള്ളത്, ഇതിന്റെ അടിയത്തെ ആംഗിൾ ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ മുകളിലെ ഉണ്ടാക്കണത് 60 ആണ്, താഴെ ഉണ്ടാക്കണത് എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതായത് നമ്മൾ കാണുന്നുണ്ടാവും നമ്മുടെ ഷേപ്പ് ഏതാണ്? ഷേപ്പ് ഏതാണ് ഷേപ്പ്? നമ്മുടെ 4 സർക്കിളും ഉള്ള കോഡിലാഡർ ആണില്ലേ? സൈക്ലിക് കോഡിലാഡർ അല്ലേ? അതിന്റെ ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾ കൂട്ടിയാൽ 180 അല്ലേ? മുകളിൽ 60 ഡിഗ്രി പോയാൽ അടിയിലെത്രയായിരിക്കും? 180 - 60 എത്രയാണ്? 120 ഡിഗ്രി. ഓക്കെ ആണോ? ഈ ആംഗിൾ കിട്ടും. 120 ഉത്തരം വരാം. അതുപോലെ തന്നെയാണ് ഒരു സർക്കിൾ വരച്ചിട്ട് ഒരു സ്ക്വയർ വരച്ചേക്കാണ്, ഉള്ളിൽ ഒരു സ്ക്വയർ വരച്ചേക്കാണ്. എന്നിട്ട് നമ്മൾ അടിയിലത്തെ ഒരു ആംഗിൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഈ ആംഗിൾ കണ്ടുപിടിക്കാൻ ചോദിക്കും. ഈ ആംഗിൾ ഇതും ചോദ്യം വരാണ്. ഇത് എത്രയായിരിക്കും വരാ? ഇതിനെന്ത് ചെയ്യണം? കോഡിലാഡറിലായാൽ മാത്രമേ ഓപ്പോസിറ്റ് ഉള്ള കൂട്ടിയാൽ 180 ആവുള്ളൂ. ഇത് കോഡിലാഡറാണോ? അല്ല, കുറെ സൈഡ് ഉണ്ടല്ലേ. പിന്നെ ചെയ്യണം, ഞാനിപ്പോ ഇങ്ങനെ യോജിപ്പിച്ച് ഈ ഒരു സ്ക്വയറിന്റെ ഒരു ആംഗിൾ 90 ആണെന്ന് നമുക്കറിയാം. അപ്പൊ ഇങ്ങനെ ഡയഗണൽ വരച്ചപ്പോ ഡയഗണലാണ് ഈ വരച്ചത് അല്ലെ? 45 45 ആയിട്ട് കട്ടായി. ഇനി കോഡിലാഡർ കാണണോ നോക്കി? ഞാനിപ്പോ വരയ്ക്കാം. ഈ ബ്ലൂ മാത്രം നോക്കി. ഈ ബ്ലൂവിന്റെ 4 വെർട്ടെക്സ് സർക്കിളും അല്ലേ? ഇവിടെ 45 പോയിട്ടുണ്ട്. ഇതിന്റെ ഓപ്പോസിറ്റ് ഉള്ളതല്ലേ ഈ ആംഗിൾ? ഇതിന്റെ ഓപ്പോസിറ്റ് ഉള്ളതാണ് ഈ ആംഗിൾ. അപ്പൊ 180 എന്ത് ചെയ്യണം? 180 45 കുറയ്ക്കാം. അപ്പൊ എത്ര കിട്ടും? 135 കിട്ടും. ഓക്കെ ആണോ? ഈ ആംഗിൾ 135 കിട്ടും. കിട്ടി. മനസ്സിലായല്ല? ഇതിങ്ങനെ വരച്ചാലേ, ഡയഗണലിൽ വരച്ചാലേ ആംഗിളും ഇതിന്റെ ഓപ്പോസിറ്റ് ഉള്ള ആംഗിളും. അല്ലാതെ 90 ഇതിൽ വെച്ചെടുക്കരുത് എടാ. അതുപോലെ തന്നെയാണ് പെന്റഗൺ. പെന്റഗൺ ചെയ്യണ കാര്യം ഇത്രേ ഉള്ളൂ. അതിന് തന്നെ പെന്റഗണിന്റെ ഒരു ആംഗിൾ എത്രയാണെന്ന് അറിയണം കേട്ടോ. അപ്പൊ പെന്റഗണിന്റെ ഒക്കെ ഒരു ആംഗിൾ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഒക്കെ ഓർമ്മയുണ്ടാ? കാണാതെ പഠിക്കാൻ നമ്മളന്ന് തുടങ്ങിയപ്പോ തന്നെ പറഞ്ഞിരുന്നു പെന്റഗണിന്റെ ഒരു ഇന്നർ ആംഗിൾ അറിയത്തിലുണ്ടെങ്കിൽ ഇപ്പൊ പഠിക്കാം. 108 പെന്റഗണിന്റെ ഒരു ഇന്നർ ആംഗിൾ. അതെങ്ങനെ കിട്ടി? n-2 × 180 എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ ഓർമ്മയില്ലേ? അത് കണ്ടാല് എല്ലാ ആംഗിളും കൂടിയും കിട്ടും സമ്മ്. അതിന് 5 സൈഡാണ് പെന്റഗൺ ഉള്ളത്. 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഒരു ആംഗിൾ കിട്ടും. ഒരു ആംഗിൾ എത്രയാണ്? 108 ഒരു ആംഗിൾ. ഇപ്പൊ നമ്മൾ ചെയ്യാൻ പോണതാണ്, എന്താണ് ചെയ്യാൻ പോണെന്ന് നോക്കിയേ. ഇവിടെ നോക്കോട്ടാ. ഈ 108 അല്ലേ ഈ സാധനം പെടണ്ടേ? ഇത് പെടണ ഒരു കോഡിലാഡർ ഉണ്ടാക്കിയാൽ എളുപ്പമായിരിക്കും. അതിനായിട്ട് ഞാൻ ഇവിടെ നിങ്ങനെ യോജിപ്പിച്ച്, ഇവിടെ നിങ്ങനെ യോജിപ്പിച്ച്. അപ്പൊ ഈ സംഭവം നോക്കി 108 എന്നുള്ള ആംഗിൾ എന്ത് പറ്റി? മൊത്തം 108 അവിടെ ഉണ്ടായിരുന്നത്. 3 കട്ടായില്ലേ? 3 ഈക്വൽ ആയിട്ട് കട്ടായില്ലേ? അതായത് 108/3 ചെയ്തോക്കാം. എത്ര കിട്ടും? 36 കിട്ടും. ഒരു സൈഡ് ഒരു ആംഗിൾ 36, ഇപ്പുറത്തെ ആംഗിൾ 36, ഇപ്പുറത്തെ ആംഗിൾ 36. അല്ല, ഒരു 108 പിടിച്ച് 3 36 കട്ടാക്കി. ഇനി നോക്കേ, ഈ ബ്ലൂ കൊണ്ട് വരച്ച ഇത് വരെയും ഇത് ഇവിടെ നിന്നുള്ള വരെയും ഇത് കണ്ട കോഡിലാഡർ അല്ലേ? ബ്ലൂ കളർ മാത്രം നോക്ക്. 4 സർക്കിൾ മൂട്ടുന്നുണ്ട് അല്ലെ? അതിനകത്ത് ഒരു ആംഗിൾ അറിയാം, ഇവിടുത്തെ ആംഗിൾ അറിയാം നമുക്ക് 36 ആണെന്ന് അറിയാം. അപ്പൊ ഇതിന്റെ ഓപ്പോസിറ്റ് ആംഗിൾ ഇട്ടാൽ എന്ത് ചെയ്യണം? 180 - 36 ചെയ്ത് നോക്കാം കേട്ടാ. അപ്പൊ എത്ര കിട്ടാ? 144 ഡിഗ്രി കിട്ടും. ഓക്കെ ആണോ? 144 ഡിഗ്രി കിട്ടും എടാ. ചെയ്താ കിട്ടുവേ. കറക്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, ഇനി ഇതിനകത്ത് ക്വസ്റ്റ്യൻ ഉണ്ടാ? ഇതവിടെ ഇരിക്കട്ടെ. നമുക്ക് അതിന്റെ ക്വസ്റ്റ്യൻ ക്ലിയർ അല്ല കേട്ടാ. ഇതൊക്കെ ചോദ്യമില്ലാത്തതാണ്. നമുക്ക് ഒരു വരയ്ക്കാനുള്ള ചോദ്യം നോക്കാം. ഒരു വരയ്ക്കാനുള്ള ചോദ്യം കൂടി പറഞ്ഞിട്ട് എടുത്താ. അതിനകത്ത് ചോദ്യമായിട്ട് എഴുതിയിട്ടില്ല, ഞാൻ പറയാ. എന്താണ് ചോദ്യം? ഇതാണ് ചോദ്യം. ഡ്രോ എ സർക്കിൾ ഓഫ് റേഡിയസ്. ഡ്രോ എ സർക്കിൾ ഓഫ് റേഡിയസ് 3.5 centimeter and draw a triangle. Draw a triangle with 2 angles 50 degree and 60 degree with all its vertices touching the circle. With all its vertices touching the circle. ഇങ്ങനെ ചോദിക്കും. ഓക്കെ, ഒരു സർക്കിൾ വരയ്ക്കണം, ഒരു ട്രയാങ്കിൾ വരയ്ക്കണം. അതിനകത്ത് എന്തായിരിക്കണം? ട്രയാങ്കിളിന് സർക്കിളിന്റെ ട്രയാങ്കിളിന്റെ അറ്റങ്ങളൊക്കെ എന്തായിരിക്കണം? സർക്കിളിൽ തൊടണം. വിത്ത് ഓൾ ഇറ്റ്സ് വെർട്ടിസസ് ടച്ചിങ് സർക്കിൾ. അതായത് ഇങ്ങനെ ചോദിക്കും. അല്ലെങ്കിൽ എന്താണ്? വിത്ത് എന്താണ് പറയാ? സർക്കും റേഡിയസ് 3.5 ഉള്ള ഒരു സർക്കിൾ വരക്കി ഒരു ട്രയാങ്കിളിന്റെ 2 ആംഗിൾ തന്നിട്ടുണ്ടാവും. ഇങ്ങനെ ചോദിക്കും, ഇങ്ങനെ ചോദിക്കും. വിത്ത് ഓൾ വെർട്ടിസസ് ചോദിക്കും,
അല്ലെങ്കിൽ സർക്കം എന്ന് ചോദിക്കും. രണ്ടും ഒരു സാധനമാണേ. ഞാൻ ഇങ്ങനെ പറഞ്ഞത് എടാ, ഇങ്ങനെ വെച്ചാലും ഒരുപോലെയാണ് ചെയ്യേണ്ടത്. ചെയ്യേണ്ട സ്റ്റെപ്പ് എത്ര ഉള്ളൂ? അതിന് തന്നെ തന്നിട്ടുള്ള 2 ആംഗിളിനെ പിടിച്ചും ഇരട്ടിയാക്കാം. 50ന്റെ ഇരട്ടി എത്രയാണ്? 100. 60ന്റെ ഇരട്ടി എത്രയാണ്? 120. ഓക്കെ ആണോ? 2 ആംഗിൾ ഉണ്ട്, 2 ആംഗിളിനെ ഇരട്ടിയാക്കിയിട്ട് കണ്ടുപിടിക്കും. ഇരട്ടി. ഞാൻ അടുത്ത സ്റ്റെപ്പ് നോക്കി. 3.5 വട്ടം വരയ്ക്ക. കേൾക്കട്ടാ സ്റ്റെപ്പ് ഓർമ്മയുണ്ടാവണേ. 3.5 വട്ടം വരയ്ക്ക. എന്ത് ചെയ്യാ? സെന്റർ അടയാളപ്പെടുത്ത. സെന്ററിൽ ഒരു റേഡിയസ് വെറുതെ വരയ്ക്ക. എന്നിട്ട് ഈ കിട്ടിയ ആംഗിൾ 100 ഡിഗ്രി അത് പ്രൊട്ടക്ടർ വെച്ചിട്ടാ. പ്രൊട്ടക്ടർ എങ്ങനെ വെക്കാ? പ്രൊട്ടക്ടർ വെക്കാൻ അറിയോ? ഇവിടെ ഇങ്ങനെ പ്രൊട്ടക്ടർ വെക്കും. ഇവിടെ തുടങ്ങിയാണ് വേറെ ഭാഗത്ത് തുടങ്ങിയാണ് ഉള്ളത്. 0, 10, 20, 30, 100 എന്ന് പറയുമ്പോ ഇത്രയും വരും. ഇത്രയും വന്ന് പ്രൊട്ടക്ടർ എടുത്ത് മാറ്റാ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് 100 ഡിഗ്രി അടയാളപ്പെടുത്തി. അത് കഴിഞ്ഞിട്ട് 120 അല്ലേ അടുത്തത്? 120 പ്രൊട്ടക്ടറും ചെയ്യും വെക്കാം. പ്രൊട്ടക്ടർ എങ്ങനെ വെക്കും? ഇങ്ങനെ പ്രൊട്ടക്ടറും വെക്കാം. ഇവിടെ തുടങ്ങിയാണ് കേട്ടാ. ഈ ഭാഗം തുടങ്ങിയാണ് 0, 10, 20, 30 ഇങ്ങനെ 120 എന്ന് പറയുമ്പോൾ ഇത്ര ഏകദേശം വരും അല്ലെ? അപ്പൊ പ്രൊട്ടക്ടർ എടുത്ത് മാറ്റാ. 120 ഡിഗ്രി മാർക്ക് ചെയ്യാം കേട്ടാ. 120 എന്ന് പറഞ്ഞാൽ ഇത് 120, ഇവിടെ 120 കേട്ടാ. തെറ്റരുതാ. എങ്കിൽ മാറിയിട്ടുണ്ടെങ്കിൽ മാർക്ക് പോവും. മനസ്സിലാക്കണം. നോക്കിയാൽ മനസ്സിലാവും 100 ആണോ 120 ആണോ നോക്കാം കേട്ടാ. പുറം 100, 120 മാർക്ക് ചെയ്ത് എന്ത് ചെയ്യണം? ഇതിന്റെ എൻഡുകൾ യോജിപ്പിക്കാം. ഇത്രയായി. ഏതാണ്? ഇതിന്റെ ഏറ്റവും കൂടി യോജിപ്പിച്ചാൽ എന്താവും? 120ന്റെ പകുതി ആയിരിക്കും ഇതിന്റെ ഓപ്പോസിറ്റ് ഉള്ളത് 60. 100ന്റെ പകുതി ആയിരിക്കും ഇതിന്റെ ഓപ്പോസിറ്റ് ഉള്ളത് 50. ഓക്കെ ആണോ? ഇവിടെ 50 കിട്ടി, ഇവിടെ 60 കിട്ടി. സെൻട്രൽ ആംഗിളിന്റെ പകുതി. അപ്പൊ നമ്മൾ സെൻട്രൽ ആംഗിൾ ആദ്യം കണ്ടുപിടിക്കേണ്ടത്. സെൻട്രൽ ആംഗിൾ കണ്ടുപിടിച്ചിട്ട് അതിന്റെ എൻഡുകൾ യോജിപ്പിക്കണം. ഓക്കെ ആണോ? അപ്പൊ അതിനനുസരിച്ച് ഇവിടുത്തെ ആംഗിളുകൾ ചിലപ്പോ ഒരു അരയൊക്കെ 32.5, 35 നമ്മൾ ചെയ്താണ് 32.5 കണക്ക്. അത് ചെയ്ത് ഓർമ്മയുണ്ടാവാൻ ബുക്ക് ഒന്ന് തുറന്നു നോക്കണം കേട്ടാ. പിന്നെ ചിലപ്പോ കഴിഞ്ഞ പ്രാവശ്യം 65.5 ഡിഗ്രിയാണ് ചോദിച്ചിരുന്നത്. അപ്പൊ 65 ഡിഗ്രി എന്ന് പറയുമ്പോൾ അതിന്റെ ഇരട്ടി എടുക്കുമ്പോ ആലോചിച്ചെടുക്കണം. എന്താണോ ആംഗിൾ വരുന്നത്, ട്രയാംഗിളിന്റെ ആംഗിൾ എന്താണോ തരുന്നത് അതിന്റെ ഇരട്ടിയാണ് എടുക്കേണ്ടത്. ഓക്കെ ആണല്ലോ? ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഈ പാഠത്തിൽ നിന്ന് ഇപ്പൊ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇനി വരുന്ന വീഡിയോകളിലൊക്കെ നമ്മൾ ഇതിനകത്ത് എക്സ്ട്രാ കുറെ ചോദ്യങ്ങൾ, കണ്ടമാനം ചോദ്യങ്ങളുണ്ട്. ഓക്കെ, അപ്പൊ അതൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പൊ നിങ്ങൾ നന്നായിട്ട് നമ്മുടെ ചാപ്റ്റർ എക്സാം ഒക്കെ നന്നായിട്ട് പഠിച്ചെഴുതാം. അപ്പൊ ആ എക്സാമിൽ നിങ്ങൾക്ക് കൂടുതൽ ചോദ്യങ്ങൾ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നത്. അപ്പൊ എല്ലാവർക്കും താങ്ക് യു.